അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെ മെയ് മാസം 8-ാം തീയതി ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ന്യൂസ് നമ്മുടെ എന്നും മനസ്സിൽ കാര്യമായ ആന്തോളനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി. ന്യൂഡൽഹിയിലെ മാളവിക നഗറിൽ നിന്ന് അവിടുത്തെ പോലീസ് 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച ഗുദമൈഥുനത്തിന് വിധേയമാക്കിയ വിജയൻ എന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ളതായിരുന്നു പ്രസ്തുത ന്യൂസ്. ഒരു 4 വയസ്സുകാരിയെ തൻ്റെ അയലത്ത് വസിക്കുന്ന ഒരു പിഞ്ചുകുട്ടിയെ ചോക്ലേറ്റ് കാണിച്ച് അത് കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കുട്ടികളെ താലോലിക്കുന്നത് പോലെ ഒരാൾ മടിയിലിരുത്തുമ്പോൾ അതിൽ കാര്യമായ അപകടങ്ങളൊന്നും ഒരു ശരാശരി സാധാരണക്കാരൻ മനസ്സിലാക്കുകയില്ല. എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം അതല്ല എന്നുള്ളതാണ് വസ്തുത. ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ ന്യൂസ് ഏറ്റവും പുതിയ സ്ത്രീ പീഡന വാർത്തകളിൽ ഒരെണ്ണമാണ്. ഇതൊരിക്കലല്ല, ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് തന്നെ പത്രങ്ങളിൽ ഇത്തരം ന്യൂസുകൾ പോലും നമുക്ക് വേവലാതികൾ സൃഷ്ടിക്കാത്ത ഒരു കേവല വാർത്ത മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും പോലെയുള്ള വളരെ സാധാരണക്കാരായ മാതാപിതാക്കളുടെ മക്കൾ അവർ പെൺകുട്ടികളായി പിറന്നുപോയി എന്ന തെറ്റു മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അവർ ക്രൂരമായി അവരെ പീഡിപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ഏപ്രിൽ മാസം, ഇക്കഴിഞ്ഞ മാസം 14-ാം തീയതി ഡൽഹിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 5 വയസ്സുകാരിയെ
രണ്ട് യുവാക്കൾ ചേർന്ന് ക്രൂരമായി 3 ദിവസം തടഞ്ഞു വെച്ച് പീഡിപ്പിച്ച സംഭവം അവരുടെ ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയങ്ങൾക്കകത്ത് നിന്ന് പറയാൻ കൊള്ളരുതാത്ത രൂപത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ആഴം നമ്മൾ വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചയുടെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ട് യുവാക്കൾ, 22ഉം 19ഉം വയസ്സുള്ള രണ്ട് യുവാക്കൾ തങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു 5 വയസ്സുകാരിയെ 3 ദിവസം തടഞ്ഞു വെച്ച് ആവർത്തിച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും പറയാൻ കൊള്ളരുതാത്ത രൂപത്തിലുള്ള അക്രമങ്ങൾക്ക് അവരെ വിധേയമാക്കുകയും ചെയ്തു എന്നത് ഒരൊറ്റപ്പെട്ട ഡൽഹി സംഭവമല്ല എന്ന് നമുക്കറിയാം. ഇക്കഴിഞ്ഞ ഡിസംബർ 16 നടന്ന ഡൽഹിയിലെ പെൺകുട്ടിയോടുള്ള എല്ലാവരും വാർത്തകളിൽ ഏറെ ചർവണം ചെയ്യപ്പെട്ട ക്രൂരത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 23-കാരിയായ ആ സ്ത്രീ അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ അത് കേവലം വാർത്തയായി പറഞ്ഞു തള്ളുകയും പുരുഷാധിപത്യത്തിന്റെ ക്രൂരതകളെക്കുറിച്ച് ഉപന്യസിക്കുകയും വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അടച്ചുവെക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ചിലത് പറയാനുണ്ട് എന്ന് നമ്മൾ തുറന്നു പറയേണ്ട ഒരു രംഗം. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2011 മാത്രം 7112 പെൺകുട്ടികൾക്കെതിരെയുള്ള, പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലൈംഗികമായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മെ ചെറുതായിട്ടൊന്നുമല്ല ഭീഷണിപ്പെടുത്തേണ്ടത്. ഈ പീഡനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട പ്രതികൾ ഏതെങ്കിലും കൊള്ളസംഘങ്ങളിൽ അംഗങ്ങളായവരല്ല, വേറെ എവിടെ നിന്നെങ്കിലും വന്ന അപരിചിതരായ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതുമല്ല. ഇത്തരം സംഭവങ്ങളിൽ 97% 2011 ഉണ്ടായ, ഞാൻ പറഞ്ഞ 7000-ലധികം വരുന്ന പെൺകുട്ടികളെ, പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൽ 97% ഈ കുട്ടികൾക്കറിയാവുന്ന ബന്ധുക്കളോ അയൽവാസികളോ എല്ലാമാണ് എന്നുള്ളതാണ് വസ്തുത. അവരെ കളിപ്പിക്കേണ്ട, അവരെ കൊഞ്ചിപ്പിക്കേണ്ട, അവർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കേണ്ട കൈകൾ, കണ്ണുകൾ, ശരീരത്തിലെ സ്ത്രൈണത പ്രത്യക്ഷപ്പെട്ടിട്ട് പോലുമില്ലാത്ത പെൺകുട്ടികളിലെ ജനനേന്ദ്രിയങ്ങൾക്കകത്ത് തങ്ങളുടെ കാമം സ്ഖലിച്ചു തീർക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നത് ഇന്ത്യൻ മനസ്സിന്റെ, ശരാശരി ഇന്ത്യൻ മനസ്സിന്റെ ഒരു വികൃതവൽക്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ സൂചന നമുക്ക് നൽകുന്നുണ്ട്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കാതെ
നിയമനിർമ്മാണം നടത്തണം എന്ന് ആക്രോശിച്ചത് കൊണ്ടോ, പോലീസുകാർക്ക് കുറ്റവാളികളെ കൃത്യമായി ശിക്ഷിക്കണം എന്ന് വെറുതെ പറഞ്ഞു പോയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. എന്തിനു വേണ്ടിയാണ് ഇത്തരം സംഭവങ്ങൾ വാർത്തയാകുന്നത് എന്നും എന്തുകൊണ്ടാണിത് ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ഇതിലെ പ്രതിയും അതേപോലെ തന്നെ ആക്രമിക്കപ്പെടുന്ന ഇരയുമായി തീരാൻ എന്റെയും നിങ്ങളുടെയും മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായേ പറ്റൂ. നാളെ നമ്മുടെ മക്കൾ ചിലപ്പോൾ ഇരയാകാം, അതല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ ഇതേപോലെ പ്രതികളായി തീരുകയും ചെയ്യാം. നാട്ടിലെ നിയമ സംവിധാനം, നാട്ടിലെ ഭരണ സംവിധാനം, നാട്ടിലെ എക്സിക്യൂട്ടീവ് ഭരണനിർവഹണ സംവിധാനം, ഇവയെയെല്ലാം നമുക്ക് കുറ്റം പറയാം. ഇവക്കെതിരെ നമുക്ക് സംസാരിക്കാം, ഇവക്കെതിരെ നമുക്ക് ജനങ്ങളോട് പറയാം, ഇവക്കെതിരെ നമുക്ക് ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുത്ത് ആത്മഹർഷത്തോടുകൂടി നിയമം മാറ്റേണ്ടതിനെ കുറിച്ചും കുറ്റം ശിക്ഷയായി നൽകേണ്ടതിനെ കുറിച്ചെല്ലാം നമുക്ക് പറയാം. പക്ഷേ നിങ്ങൾക്കറിയാമോ, 2012 ഡിസംബർ മാസം 16-ാം തീയതി നടന്ന ക്രൂരമായ പീഡനത്തിന്റെ, ബലാത്സംഗത്തിന്റെ കഥകൾ, അതിനുശേഷം നിയമ സംവിധാനവും ഭരണ സംവിധാനവും എക്സിക്യൂട്ടീവുമെല്ലാം വളരെ സമർത്ഥമായി ഡൽഹിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനെതിരെ വലവീശുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിട്ടും അതിനുശേഷം മുൻപത്തേതിനേക്കാൾ 2011 കണക്കെടുത്ത് നോക്കി 2012 കണക്കെടുത്ത് നോക്കിയാൽ ആ 2012 ആകെ നടന്നതായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള പെൺപീഡന പരിശ്രമങ്ങളുടെ ഇതിനേക്കാൾ കൂടുതൽ കേസുകൾ ഈ 4 മാസത്തിനകത്ത് ഡൽഹി പോലീസിന്റെ ക്രൈം റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് കേവലം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട, വിചക്ഷണന്മാർ ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രമല്ല. എന്റെയും നിങ്ങളുടെയും മക്കളാണ് വളർന്നു വരുന്നത്. എന്തേ ഈ വാർത്തകളിൽ ഇത്ര ഉണ്ടാകുന്നു? എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഓരോ 3 മിനിറ്റിലും ഒരു സ്ത്രീ വീതം ഏതെങ്കിലും കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് ക്രൈം റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ 22 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ വീതം ബലാത്സംഗത്തിനിരയാകുന്നു എന്നാണ് കണക്ക്. ഓരോ 22 മിനിറ്റിലും. അങ്ങനെയുള്ളൊരു രാജ്യത്ത് എന്തേ പുതിയ കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ പ്രത്യേകം ന്യൂസായി പുറത്തു വരുന്നു? എന്തേ അത് ആഘോഷിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു? എന്തിനു വേണ്ടി ഇത് ഏറെ ആവർത്തിച്ച് ആളുകളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നു? ഇത്തരം വിഷയങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പരിഹാരത്തിന്റെ തലത്തിലേക്ക് നമ്മളെല്ലാം ആത്മാർത്ഥമായി ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രവാസി സമൂഹം എന്നുള്ള നിലക്ക് ആവർത്തിച്ചുകൊണ്ടും അടിവരയിട്ടുകൊണ്ടും ഞാൻ പറയട്ടെ, നമ്മളെല്ലാം ചോര നീരാക്കി പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ നാളെ ഇരയായോ അതല്ലെങ്കിൽ പ്രതിയായോ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ പൊതുസമൂഹം അതിനുള്ള പരിഹാരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആ പരിഹാരം കേവലം കടലാസുകളിൽ ഒതുങ്ങാതെ, വർത്തമാനങ്ങളിൽ ഒതുങ്ങാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എങ്ങനെ? എവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്? എന്താണ് പരിഹാരം? പരിഹാരത്തെക്കുറിച്ചുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പരിഹാരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ ഡൽഹി സംഭവത്തിന് ശേഷം നടന്ന മീഡിയ ചർച്ചകളിലും
ബുദ്ധിജീവികളുടെ ചർച്ചകളിലും നമ്മൾ പരിശോധിച്ചാൽ പരിഹാര നിർദ്ദേശങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. എങ്ങോട്ടാണ് നമ്മളെ മുതലാളിത്ത ലോകം കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന രൂപത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തെ പരിഹാര നിർദ്ദേശം ലൈംഗികതയുടെ ജനാധിപത്യവൽക്കരണം, ഡെമോക്രറ്റൈസേഷൻ ഓഫ് സെക്ഷുവാലിറ്റി ആണ് ഈ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നാണ് ബുദ്ധിജീവി തലത്തിൽ പരിഹാര നിർദ്ദേശം കടന്നു വന്നിട്ടുള്ളത്. കപട ലൈംഗിക സദാചാരത്തിന്റെ പതിൽക്കെട്ടുകൾക്കകത്ത് ലൈംഗികമായ തൃഷ്ണയെ പൂർണ്ണമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും സംതൃപ്തമായി അതിനെ ഉപയോഗപ്പെടുത്തുവാനുമുള്ള സാഹചര്യമില്ലാതെയാകുമ്പോഴാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എന്നും ആവശ്യമുള്ളവർക്കെല്ലാം ആവശ്യമുള്ള തോതിൽ ആവശ്യമുള്ള അത്ര ലൈംഗികത ആസ്വദിക്കുവാനുള്ള അവസരമുണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നുമാണ് ലൈംഗികതയുടെ ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ച്, ഉദാരവൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ആശയം. ഇത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. നിങ്ങൾ ഈ ഡൽഹി പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങുന്ന മാഗസിനുകൾ പരിശോധിച്ച് നോക്കുക. നമ്മുടെ മുത്തശ്ശി പത്രത്തിന്റെ വാരികയാണ് മാതൃഭൂമി. അങ്ങനെ പേര് പറയുന്നത് നമ്മുടെ സാംസ്കാരിക സമൂഹത്തിന്റെ മനസ്സുകൾ ഏത് രൂപത്തിൽ മലീമസമാക്കപ്പെടുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് അതിന് ശേഷം നടത്തിയ ചർച്ചകൾ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ മുൻനിര പ്രസാധകരിൽ ഒന്നാണ് DC ബുക്സ്. DC ബുക്സിന്റെ പ്രസിദ്ധീകരണമാണ്, ആനുകാലികമാണ് പച്ചക്കുതിര. ഡിസംബർ മുതൽ മെയ് മാസം വരെയുള്ള പച്ചക്കുതിര മാസികയുടെ ലക്കങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. നമ്മൾ കാണുക ഈ കപട ലൈംഗിക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കപട ലൈംഗിക സദാചാരമാണ്, ലൈംഗികതയെ അടിച്ചമർത്തുന്ന സംസ്കാരമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവരുടേതായ ഭാഷയിൽ മതങ്ങളും സമൂഹവുമെല്ലാം സൃഷ്ടിക്കുന്ന വേലിക്കെട്ടുകളാണ് വേലിച്ചാടുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്നും, അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ലൈംഗികത ഞാൻ സൂചിപ്പിച്ചതുപോലെ ആസ്വദിക്കുവാനുള്ള അവസരമുണ്ടാകണമെന്നുമാണ് വാദം. കേവലമായ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മാത്രം വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഈ വാദത്തിൽ ശരിയുണ്ട് എന്ന് തോന്നാം. പക്ഷേ വസ്തുത എന്താണ്? ലോകത്തിൽ ലൈംഗികതയുടെ ഉദാരവൽക്കരണം അതിസമർത്ഥമായി അതിശ്രദ്ധേയമായി നിർവഹിക്കുന്ന ഒന്നാം ലോക രാജ്യങ്ങൾ, അമേരിക്കയെ പോലെയുള്ള നാടുകൾ, അവിടെ ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പരിശോധിക്കുക. എവിടെ നിന്നും ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത്ര ലൈംഗികത വാങ്ങാൻ ലഭിക്കുന്ന നാട്. 10 ലക്ഷത്തോളം ലൈംഗിക തൊഴിലാളികൾ എന്നവർ വിളിക്കുന്ന, സെക്സ് വർക്കേഴ്സ് എന്ന് വിളിക്കുന്ന വേശ്യകൾ പ്രവർത്തിക്കുന്ന നാട്. ആ നാട്ടിൽ ഓരോ 3 മിനിറ്റിലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, പീഡന ശ്രമങ്ങൾ ഉണ്ടാകുന്നു, പച്ചയായി പറഞ്ഞാൽ ബലാത്സംഗത്തിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് അമേരിക്കൻ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. പോർണോഗ്രഫിക്ക് അവിടെ ഏത് രൂപത്തിലുമുള്ള ലൈംഗികത ആസ്വദിക്കുവാൻ യാതൊരു രൂപത്തിലുമുള്ള മുതലാളിത്തത്തിന് വിലക്കുകളില്ല. ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക്, അതല്ലെങ്കിൽ അതിന് അനുവദിക്കപ്പെടാത്ത സാമൂഹ്യ സാഹചര്യങ്ങളുള്ള ആളുകൾക്ക്
കാഴ്ചയിലൂടെ ലൈംഗികത ആസ്വദിക്കുവാൻ പോർണോഗ്രഫിയുടെ ലോകം തന്നെയുണ്ട്. വലിയൊരു ലോകം, കോടിക്കണക്കിന് ഡോളറിന്റെ വിറ്റുവരവ് നടക്കുന്ന ലോകം, സിനിമകളായിട്ടും വെബ്സൈറ്റുകളായിട്ടും എല്ലാം സ്വീകരണ മുറികളിലേക്ക് നടന്നു വരുന്ന പോർണോഗ്രഫിയുടെ ലോകം. അത് പച്ചയായ ലൈംഗിക ദൃശ്യങ്ങൾ മാത്രമല്ല, അർദ്ധനഗ്നതയും സംഗീത ആൽബങ്ങളും സംഗീത നൃത്തശില്പങ്ങളുമെല്ലാമായി നമ്മുടെ എല്ലാം സ്വീകരണ മുറികളിലേക്ക് പോലും കടന്നു വരുന്ന പോർണോഗ്രഫിയുടെ ആധുനീകരിക്കപ്പെട്ട ലോകം. ഇതെല്ലാം നിലനിൽക്കുന്ന അമേരിക്കയിൽ മാത്രം ഒരാഴ്ചയിൽ മുഴുനീള സിനിമകൾ ഒരാഴ്ചയിൽ 211 പോർണോഗ്രാഫിക് ഫിലിംസ് പുറത്തിറങ്ങുന്നു എന്നാണ് കണക്ക്. അമേരിക്കയിലാകുമ്പോൾ കണക്കുകൾ കൃത്യമായിരിക്കും, കണക്കുകൾ ലഭ്യമാകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പ്രത്യേകമായി എടുത്തു പറയുന്നത്. യൂറോപ്പിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഇത്തരം വൃത്തികെട്ട സീനുകൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് സ്ത്രീകൾക്കെതിരെ ഓരോ 3 മിനിറ്റിലും പീഡന ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്ത അവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുന്നത്. അവ തീർച്ചയായും ലൈംഗികതയുടെ ഉദാരവൽക്കരണമല്ല പ്രശ്നത്തിന്റെ കാരണമെന്നർത്ഥം. രണ്ടാമതായി, നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായി എടുത്ത് നിർദ്ദേശിക്കുന്നത് സ്കൂളുകളിൽ മുതൽക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസമാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രസംഗത്തിന്റെ എല്ലാവിധ രൂപഭാവങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് വളരെ ഗൗരവതരമായി ഞാനും നിങ്ങളും ആലോചിക്കേണ്ട വിഷയം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം വളരെ സമർത്ഥമായ ഒരു ആശയമാണ്. ലൈംഗികതയെക്കുറിച്ച് പുതിയ കാലഘട്ടത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ അറിവ് നൽകണം. ആ ശാസ്ത്രീയമായ അറിവില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതും യുവാക്കൾ ആൺകുട്ടികൾ അത്തരം രംഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകവ്യാപകമായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ലൈംഗിക വിദ്യാഭ്യാസം സമർത്ഥമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇത് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ഈ പീഡന ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആവശ്യങ്ങൾക്കിടക്കാണ് ഡൽഹി പോലീസ് കമ്മീഷണർ സത്യപാൽ സിംഗ് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. അഭിപ്രായം വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞു ലൈംഗിക വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ പ്രതിയാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു ഔദ്യോഗികമായി ലൈംഗിക വിദ്യാഭ്യാസം നടക്കുന്ന നാടുകളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നത് എന്ന്. വസ്തുതയാണത്. എന്താണ് യുനെസ്കോ നമ്മളുടെ മുന്നിൽ വെക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. യുനെസ്കോ കുട്ടികളെ പഠിപ്പിക്കുന്നത്, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പഠിപ്പിക്കുന്നത് ABC ആണ്. അഥവാ ലൈംഗികതയെക്കുറിച്ചുള്ള ശരീരശാസ്ത്രപരമായ അറിവ് അടിസ്ഥാനപരമായി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ രംഗത്തുണ്ടാകേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്നുള്ള നിലക്കാണ് ABC പഠിപ്പിക്കുന്നത്. ABC, A എന്നാൽ ആബ്സ്റ്റിനൻസ് ആണ്, B എന്നാൽ ബി ഫെയ്ത്ത്ഫുൾ എന്നാണ്, C എന്നാൽ കോണ്ടംസ് എന്നുമാണ്. ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് ലൈംഗികതയെക്കുറിച്ചുള്ള വിവരം പറഞ്ഞു കൊടുത്തിട്ട്
കൗമാരപ്രായത്തിലുള്ള കുട്ടികളോട്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പറഞ്ഞു കൊടുക്കുക, ഈ സമയത്ത് നിങ്ങൾ സെക്സുമായി അടുത്തു പോകരുത്, ഏറ്റവും മാക്സിമം നിങ്ങൾ അകന്നു നിൽക്കുകയാണ് വേണ്ടത്. ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് സെക്സുമായി അകന്നു നിൽക്കുവാൻ സാധ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈംഗിക പങ്കാളി ഉണ്ടാകാം, ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ആകാം. അയാളുമായി ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങൾ അയാളോട് അല്ലെങ്കിൽ അവളോട് വിശ്വസ്തതാപൂർവം പെരുമാറുകയാണ് വേണ്ടത്. അവരല്ലാതെ മറ്റു പങ്കാളികൾ നിങ്ങൾക്കുണ്ടായിക്കൂടാ. ആ പങ്കാളികൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് രോഗം വരാനും മറ്റുമെല്ലാം കാരണമായി ഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സി നിങ്ങളോടൊപ്പം ഉണ്ടാകണം ഏത് സന്ദർഭത്തിലും. ഇതാണ് യുനെസ്കോയുടെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ മൊത്തം. ഞാനത് നമ്മുടെ എല്ലാം എൻ്റെയും നിങ്ങളുടെയും മക്കളാണ് പാഠപുസ്തകങ്ങളിലൂടെ സ്കൂളുകളിലൂടെ പഠിക്കാൻ പോകുന്നത്. ആരാ പഠിപ്പിക്കുന്നത്? ആരാ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കറിയാം, ഇസ്ലാമികമായ വീക്ഷണത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കാവശ്യമായ ലൈംഗിക വിദ്യാഭ്യാസം കൃത്യമായി പകർന്നു തന്ന മഹാവ്യക്തിത്വമാണ്. പ്രവാചകന്റെ പാഠങ്ങൾക്കപ്പുറത്ത് മറ്റൊന്നും തന്നെ ആധുനിക ലൈംഗിക ശാസ്ത്രജ്ഞന്മാർക്ക് നമുക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. എന്നാൽ അത് മതപണ്ഡിതന്മാരോ അതല്ലെങ്കിൽ പാരൻസോ കുട്ടികളുമായി വൈകാരികമായി ബന്ധമുള്ളവരോ ധാർമ്മികമായി കൃത്യമായ വിലക്കുകൾ പാലിച്ചുകൊണ്ട് കുട്ടികളോട് സംവേദനം നടത്തുന്നവരോ മാത്രമാണ് ആ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടത് എന്ന വസ്തുതക്കപ്പുറത്ത് നിന്നുകൊണ്ട് കേവലമായ സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്ന തരത്തിൽ ABC പഠിപ്പിക്കപ്പെട്ടാൽ ഉണ്ടാവുക തായ്ലൻഡിലെ അനുഭവമായിരിക്കും. തായ്ലൻഡിൽ 1990 മുതൽ യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തായ്ലൻഡിന്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാൽ മതി. ഏത് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന കുട്ടിയോടും സെക്സ് ആവശ്യപ്പെടാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ വളരെ സമർത്ഥമായി ലോകത്തെ മുഴുവനും ലൈംഗികമായി ഉദാരവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കടന്നു വരുന്ന ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന യുനെസ്കോയുടെ പദ്ധതി, ഇതാണ് പെൺപീഡനങ്ങൾ ഇല്ലാതെയാക്കുവാനുള്ള മാർഗമെന്നാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ വിചക്ഷണനെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പരിഹാരമെന്ന ചോദ്യത്തിന് മൂന്നാമതായി പറയുകയും അതോടൊപ്പം തന്നെ അത് ശരിയല്ല എന്ന് നിയമവിശാരദന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ട്രപ്പീസ് കളിയും നടത്തുന്നു മാധ്യമങ്ങൾ. അത് വേറൊന്നുമല്ല, ശക്തമായ നിയമ നടപടികൾ, കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാകണം, ശിക്ഷ നൽകണം. ആ ശിക്ഷയുടെ രംഗത്ത് ശിക്ഷ നൽകണമെന്ന പൊതുവായ ഇന്ത്യൻ മനസ്സിന്റെ നഖച്ഛേദം എന്നുള്ള നിലക്ക് അവതരിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ നിയമവിശാരദകരെ വെച്ചുകൊണ്ട് അതിനുള്ള പ്രതിവാദങ്ങളും ഉന്നയിക്കപ്പെടുന്നു. അവസാനം നിലവിലുള്ള നിയമങ്ങൾ തന്നെ മതി, അത് ഒന്ന് കൃത്യമായി നടപ്പാക്കപ്പെടുന്ന അവസ്ഥ മതി എന്നുള്ളിടത്ത് ചർച്ച അവസാനിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് ഉതകുന്നതല്ല ഈ തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ. മറിച്ച് പ്രശ്നം എന്താണ് എന്ന് പഠിക്കാതെയുള്ള പരിഹാരങ്ങളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. ചില ആളുകളെങ്കിലും ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് മാന്യമായി ജീവിക്കൂ, പൊതുവേദികളിലെത്തുമ്പോൾ നിങ്ങളൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കൂ, നിങ്ങളൊന്ന് മാന്യമായി വസ്ത്രം ധരിക്കൂ എന്ന് പറഞ്ഞപ്പോ ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളുടെ പ്രതിനിധികളുടെ കൊണ്ട്
പ്രത്യേകമായി ബാനർ പിടിപ്പിച്ച് ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും മത്സരിച്ചത്. എന്താ ബാനർ? ടെൽ ദം നോട്ട് ടു റേപ്പ്, ഡോണ്ട് ടെൽ us ഹൗ ടു ഡ്രസ്. ഇതായിരുന്നു ബാനർ. അവരോട് നിങ്ങൾ ബലാത്സംഗം ചെയ്യരുത് എന്ന് പറയൂ, ഞങ്ങളോട് എങ്ങനെ ഡ്രസ്സ് ചെയ്യണമെന്ന് നിങ്ങൾ പറയാതിരിക്കൂ എന്ന്. എന്നിട്ട് വസ്ത്രത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആളുകളെ വേട്ടക്കാരുടെ പക്ഷക്കാരായി ചിത്രീകരിക്കുകയും ഇരകൾ സ്ത്രീകളാണ് എന്നും വേട്ടക്കാർ പുരുഷന്മാരാണ് എന്നും ആ പുരുഷന്മാരുടെ പക്ഷക്കാരാണ് പെണ്ണുങ്ങളോട് മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറയുന്നവർ എന്നും ചിത്രീകരിക്കുവാനാണ് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ ബുദ്ധിജീവികളെല്ലാം ആവർത്തിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്താണ്? എന്തുകൊണ്ട് അതിക്രമങ്ങൾ ഉണ്ടാകുന്നു? അതിക്രമങ്ങളുടെ അടിത്തറ എന്താണ്? എന്തുകൊണ്ടാണ് ലൈംഗികതയുടെ രംഗത്ത് പുരുഷൻ അതിക്രമകാരിയാകുന്നത്? സ്ത്രീ എന്തുകൊണ്ട് ആ രൂപത്തിലുള്ള അതിക്രമങ്ങൾക്ക് മുതിരുന്നില്ല? ലൈംഗികതയുടെ ജീവശാസ്ത്രം പഠിക്കുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടുക. അതിക്രമങ്ങളെ തടയുന്നതിന് എന്ത് മാർഗമുണ്ട് എന്ന പ്രശ്നപരിഹാരത്തിനും അപ്പോൾ വ്യക്തമായ മറുപടി ഉണ്ടാകും. എന്താണ് ലൈംഗികതയുടെ രസതന്ത്രം? നഗ്നതയോ അർദ്ധനഗ്നതയോ പുരുഷ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്? ലൈംഗികത സൃഷ്ടികർത്താവിൻ്റെ വലിയൊരു ദാനമാണ്. മനുഷ്യൻ എന്ന വർഗം മാത്രമാണ് ലൈംഗികതയെ പ്രത്യുൽപാദനത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി വ്യക്തിപരമായ സംതൃപ്തിക്കും അതുവഴി കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കുമെല്ലാം കാരണമാക്കി തീർത്തിട്ടുള്ളത്. ബാക്കി ജീവജാലങ്ങളിലെല്ലാം ലൈംഗികമായ ഇണചേരലിന്റെ ലക്ഷ്യം പ്രത്യുൽപാദനമാണ്, അടുത്ത തലമുറയുടെ നിലനിൽപ്പ് മാത്രമാണ്. മനുഷ്യന്റെ സ്ഥിതി അതല്ല. മനുഷ്യന് വ്യക്തിപരമായ സമാധാനത്തിന്, സ്വാസ്ഥ്യത്തിന്, അവന്റെ സംതൃപ്തിക്ക് എല്ലാം തന്നെ സെക്സ് അനിവാര്യമാണ്. അതേപോലെ തന്നെ ആ സ്വാസ്ഥ്യത്തിൽ നിന്നാണ് കുടുംബത്തിന്റെ നിലനിൽപ്പുണ്ടാകുന്നത്. കുടുംബത്തിലുള്ള സംതൃപ്തമായ കുടുംബ ദാമ്പത്യ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ മനസ്സ് സൃഷ്ടിക്കുന്നതും മനസ്സമാധാനം ഉണ്ടാക്കുന്നതും സമൂഹത്തിൽ അവനെ ക്രിയേറ്റീവായി സൃഷ്ടിപരമായി നിലനിർത്തുന്നതും എന്നാണ് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതയുടെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ലൈംഗികത എന്ന പ്രതിഭാസം ശരീരത്തിൽ ഉടലെടുക്കുന്നത്? ആ പ്രതിഭാസം ഉടലെടുക്കുവാൻ കാരണഭൂതമാകുന്ന ശാരീരിക രസതന്ത്രം എന്താണ്? അവിടെ സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യാസം എന്താണ്? ഇത് മനസ്സിലാക്കാതെയും ഇത് പറയാതെയും ഇത് പഠിപ്പിക്കാതെയും ഇത് കൃത്യമായി അപഗ്രഥിക്കാതെയും ആരെയൊക്കെയോ പ്രതിക്കൂട്ടിൽ നിർത്തി കല്ലെറിഞ്ഞ് യഥാർത്ഥത്തിലുള്ള പ്രതിയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന ദൗത്യമാണ് നമ്മുടെ മാധ്യമങ്ങളും ബുദ്ധിജീവികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് പ്രശ്നം? ലൈംഗികതക്ക്, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധത്തിന് പുരുഷ ശരീരം ഉണരേണ്ടതുണ്ട്. അതിന് ശരീരത്തിൽ ചില ക്രിയകൾ നടക്കേണ്ടതുണ്ട്. ലൈംഗികമായ ഉണർവിന്
തലച്ചോറിന്റെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് നിർദ്ദേശം നൽകിയിട്ട് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ പുരുഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പുരുഷന്റെ വൃഷണങ്ങളാണ്, സ്ത്രീയിൽ അണ്ഡാശയങ്ങളും. ശരാശരി ഒരു പുരുഷനിൽ സ്ത്രീയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ 10 ഇരട്ടി ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടുപേരിലും ലൈംഗികമായ ഉത്തേജനത്തിന് നിമിത്തമാകുന്നത് ഈ ഹോർമോണിന്റെ ഉൽപ്പാദനം തന്നെയാണ്. പക്ഷേ സ്ത്രീയിൽ നടക്കുന്നതിന്റെ 10 ഇരട്ടി ഉൽപ്പാദനം പുരുഷനിൽ നടക്കുന്നു എന്നതുകൊണ്ട് തന്നെ ലൈംഗികത കൂടുതൽ പുരുഷനിലായിരിക്കും. അവിടെ ഈ സ്ത്രീയിലും പുരുഷനിലും ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനം നടക്കുന്നതിന് നിമിത്തമാകുന്നത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ്. പുരുഷന് പെൺശരീരത്തെ കാണുകയോ അതിൻ്റെ അർദ്ധനഗ്നത ആസ്വദിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ അവന്റെ തലച്ചോർ നിർദ്ദേശം നൽകുകയും ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പുരുഷന് കാഴ്ചയാണ് ഈ ഹോർമോണിന്റെ ഉൽപ്പാദനത്തിന് നിമിത്തമെന്നർത്ഥം. എന്നാൽ സ്ത്രീയുടെ സ്ഥിതി അതല്ല. സ്ത്രീക്ക് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അവൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ശൃംഗാരം കേൾക്കണം. അതോടൊപ്പം തന്നെ അയാളുമായിട്ടുള്ള സ്വകാര്യത, അയാളുടെ സ്പർശം തുടങ്ങിയവ ഉണ്ടാകണം. പുരുഷനിൽ ഒരു സ്ത്രീയുടെ അർദ്ധനഗ്നത ആരുടേതാണെങ്കിലും അത് അയാൾ ഇഷ്ടപ്പെടുന്നവളോ ഇഷ്ടപ്പെടാത്തവളോ ആരാണെങ്കിലും കണ്ടാൽ ഉണ്ടാകുന്ന അതേ മാറ്റം സ്ത്രീയുടെ ശരീരത്തിലുണ്ടാവുക കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇവിടെയാണ് നമ്മുടെ സാമൂഹ്യ ക്രമത്തെ നമ്മൾ പരിശോധിക്കേണ്ടത്. സാമൂഹ്യ ക്രമത്തെ പരിശോധിക്കുന്നതിന് മുൻപ് ഈ ടെസ്റ്റോസ്റ്ററോൺ ലൈംഗികമായ ഉത്തേജനത്തിനല്ലാതെ മറ്റു വല്ലതിനും നിമിത്തമാകുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് വില്ലൻ എവിടെയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവുക. ടെസ്റ്റോസ്റ്ററോൺ ലൈംഗികമായ ഉത്തേജനത്തിന് നിമിത്തമാകുന്നത് പോലെ തന്നെ അത് ഉപയോഗിക്കപ്പെടാതെ ശരീരത്തിൽ ബാക്കിയായാൽ അത് കുറ്റവാളിയാക്കുന്ന, കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, കുറ്റകൃത്യത്തിന് പറ്റുന്ന രൂപത്തിലുള്ള ശാരീരികാവസ്ഥ സൃഷ്ടിക്കുന്ന ധർമ്മം കൂടിയ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. ഇതെല്ലാം ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ടതാണ്. ഒരു പുരുഷനിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വേണ്ട രൂപത്തിൽ ഉപഭോഗിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. അങ്ങനെ അടിഞ്ഞുകൂടുന്ന ടെസ്റ്റോസ്റ്ററോണിന്റെ മറ്റൊരു ധർമ്മം ഞാൻ സൂചിപ്പിച്ചതുപോലെ അവനെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കലാണ്. ഈ വസ്തുതകൾ മനസ്സിലായി കഴിഞ്ഞാൽ നാം നമ്മുടെ സാമൂഹ്യ ക്രമത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ സാമൂഹ്യ ക്രമത്തിന്റെ സവിശേഷത? പുരുഷ ശരീരത്തിൽ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നതിന് പര്യാപ്തമായ രൂപത്തിലുള്ള സാമൂഹ്യ ക്രമമാണ് നമ്മുടേത് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. നമ്മുടെ ചുറ്റുപാടുകൾ അതിന് തെളിവ്, നമ്മുടെ മാധ്യമങ്ങൾ അതിന് തെളിവ്, നമ്മുടെ ഹോർഡിങ്ങുകൾ അതിന് തെളിവ്, നമ്മുടെ പരസ്യങ്ങളും പരസ്യവാചകങ്ങളും സിനിമകളും സീരിയലുകളും എല്ലാം അതിന് തെളിവ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ല വല്ലാത്ത വിധം നിങ്ങളുടെ എല്ലാ മനസ്സുകളിലേക്ക് കയറി വരുന്ന കാര്യങ്ങൾ.
നമുക്കറിയാം, നേരം വെളുക്കുമ്പോൾ മുതൽ രാത്രി വരെ നമ്മുടെ പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ, നമ്മുടെ പുതിയ തലമുറ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റ്, ഇതിലെല്ലാം വലിയ പോർണോഗ്രഫി കടന്നു വരുമ്പോൾ, പച്ചയായ ലൈംഗിക ദൃശ്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ് പലപ്പോഴും. നമ്മൾ സ്വകാര്യതകളിൽ ഇന്റർനെറ്റ് സംവിധാനമുള്ള കമ്പ്യൂട്ടർ വെക്കാതിരിക്കും. നമ്മൾ കുട്ടികൾക്ക് കടന്നു പോകേണ്ടതില്ലാത്ത, ഈ പോകാൻ പാടില്ലാത്ത ചാനലുകൾ പലപ്പോഴും ഫാമിലി ഫിൽട്ടർ വെച്ച് കൃത്യമായി പ്രതിരോധിച്ച് നിർത്തും. പക്ഷേ കാണാൻ പാടുള്ളത് എന്ന പേരിൽ നമ്മൾ അവതരിപ്പിക്കുന്ന, കാണാൻ പാടുള്ളത് എന്ന് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ എന്റർടൈൻമെന്റുകൾ, നമ്മുടെ പരസ്യങ്ങൾ, ഇത് ഏത് രൂപത്തിലാണ് നമ്മുടെ തലമുറയെ, പുതിയ തലമുറയെ ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്. നമുക്ക് അർദ്ധനഗ്ന നൃത്തങ്ങൾ കുടുംബസമേതം ഇരുന്ന് കാണുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ നമ്മുടെ പരസ്യങ്ങളിൽ ഏറ്റവും അധികം വിപണനം ചെയ്യപ്പെടുന്നത് പെൺശരീരമാണ്. അതിന് തന്നെ ഒരു ശാസ്ത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പരസ്യങ്ങളിലൂടെയുള്ള മാർക്കറ്റിംഗ്, ന്യൂറോ മാർക്കറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ശാസ്ത്രശാഖയാണിന്ന്. നിങ്ങളുടെ തലച്ചോറിൽ ഒരു പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം അടിച്ചേൽപ്പിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് വളരെ വലിയ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് ഒരു പരസ്യം രൂപപ്പെടുന്നത്. പരസ്യം രൂപപ്പെടുന്നത് ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിന്റെ തലച്ചോറിൽ തോന്നുന്ന ഒരു കേവല ആശയമല്ല. നമ്മുടെ ഒരു പ്രദേശത്ത് ഒരു പുതിയ പ്രോഡക്റ്റ് പുറത്തിറക്കണമെന്ന് ഏതെങ്കിലും ഒരു കമ്പനി തീരുമാനിച്ചാൽ, ന്യൂറോ മാർക്കറ്റിംഗിന്റെ വിദഗ്ധന്മാർ അവിടെയുള്ള സാമ്പിളുകളെ, ആ പ്രദേശത്തെ ആളുകളുടെ സാമ്പിളുകളെ എടുത്ത് ഫങ്ഷണൽ MRIക്ക് വിധേയമാക്കി, FMRIക്ക് വിധേയമാക്കി അവരുടെ തലച്ചോറ് ഏത് രൂപത്തിലാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായ രൂപത്തിലാണ് ഒരു പരസ്യം രൂപം കൊള്ളുന്നത്. അവിടെ ഒരു പ്രോഡക്റ്റിന്റെ നന്മകൾ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ട്. അവിടെയാണ് പെൺശരീരം കടന്നു വരുന്നത്. വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്കറിയാം. നമ്മൾ രാവിലെ കുടിക്കേണ്ട കട്ടൻ കാപ്പി ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് ഇന്ന് പെണ്ണിന്റെ ശരീരമാണ്. രാത്രി കിടന്നുറങ്ങേണ്ട തലയണ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് പെണ്ണിന്റെ ശരീരമാണ്. പെൺശരീരം ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് ഒരു വസ്തുവിനെ ബ്രാൻഡ് ചെയ്തതിന് ശേഷം പ്രൈം ചെയ്യുന്നു എന്നാണ് പറയുക, അടിച്ചേൽപ്പിക്കുകയാണ്. നമുക്കൊരിക്കലും മാറാൻ സാധ്യമല്ലാത്ത വിധമുള്ള അടിച്ചേൽപ്പിക്കൽ. ഈ അടിച്ചേൽപ്പിക്കൽ നടക്കുമ്പോൾ പ്രോഡക്റ്റ് അടിച്ചേൽപ്പിക്കപ്പെടുന്നതോടൊപ്പം തന്നെ പെണ്ണിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിലും നമ്മുടെ പുതിയ തലമുറയുടെ ചിത്രത്തിലും മാറ്റം വരുന്നുണ്ട്. അതെന്താണ്? സ്ത്രീയും ഒരു കേവല കമോഡിറ്റിയാണ്, ഒരു കേവല ചരക്ക് മാത്രമാണ് എന്നുള്ള ചിന്ത. അത് എങ്ങനെയും നേടിയെടുക്കുകയാണ് വേണ്ടത്. ഒരു വസ്തു നേടിയെടുക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നത് പോലെ ആ നേടിയെടുക്കലിന്റെ രീതിശാസ്ത്രത്തിന് നമ്മുടെ പുതിയ തലമുറക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കമ്പ്യൂട്ടർ ഗെയിംസ് എങ്ങനെ നേടിയെടുക്കണം എന്ന കാര്യത്തിൽ കൃത്യമായി അവർക്ക് അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാര്യം നേടേണ്ടത് എന്ന് നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പുതിയ കാലത്തെ കുട്ടിയോട്, 3-ാം ക്ലാസ്സിലെ 4-ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദിക്കുക, എങ്ങനെയാണ് തനിക്ക് ആവശ്യമുള്ള കാര്യം നേടിയെടുക്കേണ്ടത് എന്ന്. അവൻ കമ്പ്യൂട്ടർ ഗെയിംസിലൂടെ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
വേണ്ടി വന്നാൽ ഇടിക്കണം. കാർ റേസിംഗിന്റെ കമ്പ്യൂട്ടർ ഗെയിംസ് അവനെ പഠിപ്പിക്കുന്നത് അവന് മുന്നിലെത്തണമെങ്കിൽ ബാക്കിയുള്ള കാറുകളെ മുഴുവനും അടിച്ചിടിച്ച് പരമാവധി വഴിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. അതല്ലെങ്കിൽ വെടിവെക്കണം. അവന് കൂടുതൽ പോയിന്റ് കിട്ടുക വഴിയിലുള്ള വില്ലന്മാരെ മുഴുവനും വെടിവെച്ച് ആ കൃത്യമായ ഉന്നത്തിലേക്ക് തന്നെ വെടിവെച്ച് തള്ളിയിടുമ്പോഴാണ് ആ പോയിന്റുകൾ ഇങ്ങനെ വരുന്നതാണ് അവന് ആത്മസംതൃപ്തി. എന്തിനധികം ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ നേടിയെടുക്കുവാൻ എന്ത് ചെയ്യണമെന്ന് വരെ പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിമുകൾ, അതിൻ്റെയും അത് ഉപയോഗപ്പെടുത്തപ്പെടുന്ന കുട്ടികളുടെ പ്രായം 8 വയസ്സിനും 12 വയസ്സിനും 13 വയസ്സിനുമെല്ലാം ഇടയിലുള്ളതാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ലൈംഗികവൽക്കരിക്കപ്പെട്ട ജീവിതവും ശരീരവും തലച്ചോറുമെല്ലാം നൽകിക്കൊണ്ട് ഉള്ള ഒരു സാമൂഹ്യ അവസ്ഥ, ആ സാമൂഹ്യ അവസ്ഥ പെണ്ണിനെ കാണുന്നത് തന്നെ, സ്ത്രീയെ കാണുന്നത് തന്നെ നേടിയ ഒരു ചരക്കായി, സാധാരണയായി കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു വസ്തുവായി, ആ വസ്തുവിനപ്പുറം ഒരാത്മാവുള്ള വ്യക്തിത്വമായി, ഒരാത്മാവുള്ള വ്യക്തിത്വമായി, സ്നേഹവും കാരുണ്യവും ആവശ്യപ്പെടുന്ന ഒരു സവിശേഷ സൃഷ്ടിയായി സ്ത്രീയെ മനസ്സിലാക്കുന്ന തലത്തിലല്ല നമ്മുടെ പുതിയ തലമുറ വളർത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്രമം, ആ സാമൂഹ്യക്രമത്തിൽ പുരുഷ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. അവിടെയും വളരെ സവിശേഷമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡോപ്പമിൻ യഥാർത്ഥത്തിൽ ഒരു ലഹരി വസ്തുവാണ്. ലൈംഗികതയോടുള്ള ലഹരി ഈ ഡോപ്പമിൻ നിർമ്മിക്കപ്പെടുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഈ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ സാഹചര്യം ആവർത്തിക്കപ്പെടാൻ യുവാക്കൾക്ക് പ്രചോദനമേകുകയും ചെയ്യുന്നത് ഡോപ്പമിന്റെ ധർമ്മമാണ്. ഏതെങ്കിലും കലാലയങ്ങൾക്ക് മുന്നിൽ പോയി നിന്ന് പെൺകുട്ടികളെ ആസ്വദിക്കുന്ന പൂവാലന്മാർ അത് ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഡോപ്പമിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്നർത്ഥം. ഞാനത് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സംഗതി, ഈ ഒരു സാഹചര്യത്തെ നിലനിൽക്കുകയും നമ്മുടെ സമൂഹത്തിൽ പരമാവധി പുരുഷ ലൈംഗികതയെ ചൂഷണം ചെയ്യുവാനും അത് ഉത്തേജിപ്പിച്ചുകൊണ്ട് പെണ്ണിനെ വസ്തുവൽക്കരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നിലനിൽക്കുകയും, എന്നാൽ ആ ലൈംഗികത ഉപയോഗിക്കപ്പെടാനുള്ള മാർഗങ്ങൾ അടഞ്ഞു പോവുകയും, കാരണം പുതിയ വർക്ക് കൾച്ചർ ആ രൂപത്തിലാണ്. വർക്ക് കൾച്ചറിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ടതാണ്. പുതിയ വർക്ക് കൾച്ചർ സ്ത്രീക്കും പുരുഷനും നിയതമായ ലൈംഗികത ആസ്വദിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന നമ്മുടെ വർക്ക് കൾച്ചർ, പ്രത്യേകിച്ച് IT ലോകത്തെ വർക്ക് കൾച്ചർ, ആ വർക്ക് കൾച്ചർ കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യതയില്ലാതെയാവുകയും ശരീരത്തിൽ ഇത് പരമാവധി അടിഞ്ഞുകൂടുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്ററോണിന്റെ രണ്ടാമത്തെ ധർമ്മം നിർവഹിക്കപ്പെടുന്നു. ആ ധർമ്മമാണ് അതിക്രമിക്കുക എന്ന ധർമ്മം, പുരുഷനെ അതിക്രമകാരിയാക്കുക എന്ന ധർമ്മം. ആ ധർമ്മം നിർവഹിക്കപ്പെടുന്നത് ആണ് നമ്മൾ കുട്ടികളെ
ലൈംഗിക വൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് മുതൽക്ക് പീഡോഫിലിയ മുതൽ നാട്ടിൽ നിലനിൽക്കുന്ന ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ മുഴുവനും അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് എന്താണ് പരിഹാരമെന്ന ചോദ്യം പ്രസക്തമാക്കുന്നത്. എന്താണ് പരിഹാരം? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാമൂഹ്യക്രമമാണ് പെണ്ണോ പുരുഷനോ അല്ല യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. പെണ്ണോ പുരുഷനോ അല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. തീർച്ചയായും അതിക്രമകാരിയാകുന്ന പുരുഷൻ അയാൾ തെറ്റുകാരൻ തന്നെയാണ്. അയാൾ ചെയ്യുന്ന തെറ്റിനെ ചെറുതാക്കി കാണിക്കുകയല്ല, മറിച്ച് നമ്മുടെ സാമൂഹ്യ ക്രമമാണ് അത്തരം പുരുഷന്മാരെ സൃഷ്ടിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുക മാത്രമാണ്. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പ്രത്യേകമായി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ പ്രസക്തമാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ അൻ യുഗ്റഫ്ന ഫലാ യുഅദൈന. പ്രവാചകരെ, താങ്കളുടെ സ്ത്രീകളോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും മക്കളോടുമെല്ലാം പറയണം, അവരുടെ മുഖമക്കനുകൾ അവർ മാറിലേക്ക് കൂടി താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അഥവാ മുഖവും മുൻകൈയും ഒടിച്ചുള്ള ഭാഗങ്ങളൊന്നും അവർ പ്രദർശിപ്പിക്കാതിരിക്കട്ടെ. അതാണ് അവർ തിരിച്ചറിയപ്പെടാനും അതോടൊപ്പം തന്നെ അവർ ആക്രമിക്കപ്പെടാതിരിക്കാനും അവർക്ക് നല്ലത്. അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ അവർക്ക് നല്ലത് അവരുടെ ശരീര സൗന്ദര്യം അവർ മറച്ചുവെക്കലാണ്. ഇത് പറയുമ്പോഴേക്ക് ഫെമിനിസത്തിന്റെ വക്താക്കളെല്ലാവരും ഇസ്ലാമിനെ വേട്ടക്കാരുടെ പക്ഷത്താക്കി അവതരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇവിടെ മാനവികമായ പ്രകൃതിപരമായ ഒരു സത്യം വിളിച്ചു പറയുക മാത്രമാണ് ചെയ്യുന്നത്. പെൺശരീരത്തെ വിൽപ്പന വസ്തുവാക്കുമ്പോൾ, പെൺശരീരത്തെ പ്രദർശന വസ്തുവാക്കുമ്പോൾ, പെൺശരീരത്തെ ഒരു വസ്തുവാക്കി മാറ്റുമ്പോൾ, ഒരു കേവല ചരക്കാക്കി മാറ്റുമ്പോൾ സംഭവിക്കുക എന്താണ് എന്നതിന് മുതലാളിത്ത ലോകവും ഇന്ന് നമ്മുടെ നാടും കൃത്യമായ ചിത്രം നൽകുന്നുണ്ട്. അവിടെ മാറ്റമുണ്ടാകണമെങ്കിൽ സമീപനത്തിൽ മാറ്റമുണ്ടാകണം. ഇസ്ലാം പെണ്ണിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ വ്യതിരിക്തമായ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ ലോകത്തവന് പരിചയപ്പെടുത്തുന്ന ആദർശമാണ്. പെണ്ണിന്റെ ജനനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലും ഇന്നും ആ ജനനത്തെ ഒരു ശാപമായി കാണുന്ന അവസ്ഥയാണ് ലോകത്തിന്റെ മുന്നിലുള്ളത് എന്നതൊരു സത്യം. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലത്ത് ജനിക്കാൻ പോകുന്നത് ജനിച്ചത് പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി തത്രപ്പെട്ടിരുന്ന ജാഹിലിയ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഏറെ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളേറെ പുരോഗമിച്ചു എന്ന് പറയുന്ന നമ്മുടെ ആധുനിക സംസ്കൃതിയിൽ ജനിക്കാൻ പോലും പെൺകുഞ്ഞിനെ അനുവദിക്കാത്ത രൂപത്തിലുള്ള ക്രൂരതയാണ് അരങ്ങേറുന്നത് എന്നുള്ളതാണ് വസ്തുത. സാധാരണഗതിയിലുള്ള പ്രസവം നടക്കുന്ന സമൂഹങ്ങളിൽ 1000 പുരുഷന്മാർക്ക് ശരാശരി 1018 പെൺകുട്ടികൾ ഉണ്ടാകണം. അങ്ങനെയാണ് പൊതുവെയുള്ള കണക്ക്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ പുതിയ സെൻസസ് പ്രകാരം 1000 പുരുഷന്മാർക്ക് 940 പെണ്ണുങ്ങൾ മാത്രമാണുള്ളത്, സ്ത്രീകൾ മാത്രമാണുള്ളത്.
ഇതിന് കാരണം പെൺഭ്രൂണഹത്യയാണ്. ആ പെൺഭ്രൂണഹത്യ പെണ്ണിനെ അവമതിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് നമ്മൾക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ ബുശ്ശിറ അഹദഹും ബിൽ ഉൻസ, നിങ്ങളിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, അന്നത്തെ ജാഹിലിയ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, പെൺകുട്ടിയുടെ ജനനം ഒരു സന്തോഷ വാർത്തയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പച്ചയായി പറയുമ്പോൾ, പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന, പെൺകുട്ടിയെ ചെറുപ്പത്തിൽ കുഴിച്ചു മൂടുന്ന, ഗർഭാശയത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും കുഴിച്ചു മൂടുന്ന ആളുകളോട് പരലോകത്ത് വെച്ച്, മരണാനന്തര ജീവിതത്തിൽ വെച്ച് ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്തിനാണ് ഞങ്ങളെ കുഴിച്ചു മൂടിയത് എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പെണ്ണിനെക്കുറിച്ചുള്ള സാമൂഹ്യ സങ്കല്പത്തിന് തന്നെ മാറ്റം വരുത്തുകയാണ്. പെണ്ണിന് ഉത്തരവാദിത്തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്ന 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ പെണ്ണിന്റെ അവകാശങ്ങളെക്കുറിച്ച് യാതൊന്നും പറയാതിരുന്ന ലോകത്തിന്റെ മുന്നിൽ അലൈഹിന്ന മിസ്ലുഹുന്ന ബിൽ മഅറൂഫ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ, ബാധ്യതയുള്ളതുപോലെ തന്നെ അവൾക്ക് ലഭിക്കേണ്ട കൃത്യമായ ന്യായപ്രകാരമുള്ള അവകാശങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പെണ്ണിനെ അടിച്ചമർത്തുകയല്ല, മറിച്ച് പെണ്ണിനെ സുരക്ഷിതമായി ജീവിക്കുവാൻ അനുവദിക്കുന്ന നിയമങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. അവിടെയാണ് സ്ത്രീ പുരുഷ പാരസ്പര്യത്തിന്റെ കൃത്യമായ നിയമങ്ങൾ നമ്മൾ കാണുക. പെണ്ണ് പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവൾ സംരക്ഷിക്കപ്പെടണമെന്നും, അവൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ആ സംരക്ഷണത്തിന് പുരുഷന്റെ തണല് വേണമെന്നും പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. പുരുഷൻ അവളെ ഏത് സമയത്താണെങ്കിലും സംരക്ഷിക്കുവാൻ ഉള്ളവനാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ പിതാവായും സഹോദരനായും ഭർത്താവായും പുത്രനായുമെല്ലാം പുരുഷൻ തന്നെ സന്നദ്ധമാകണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് കൈകാര്യകർത്തൃത്വത്തിന് അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആ കൈകാര്യകർത്തൃത്വം ഒരു ഉത്തരവാദിത്തമാണ് എന്നും, അത് പിതാവായി ഒരു പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മുതൽ ഏത് സമയത്താണെങ്കിലും അവൾ പിതാവിന്റെ അഭാവത്തിൽ സഹോദരനും, പിന്നീട് വിവാഹം കഴിയുമ്പോൾ തന്റെ ഭർത്താവും, അതേപോലെ തന്നെ മാതാവായി തീരുമ്പോൾ തന്റെ പുത്രനുമെല്ലാം ഈ പെണ്ണിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവളെ സംരക്ഷിക്കേണ്ടവളാണ് എന്നും പഠിപ്പിക്കുക വഴി സംരക്ഷണം അർഹിക്കുന്ന, സംരക്ഷണം അവകാശമായിട്ടുള്ള ഒരസ്തിത്വമായി പെണ്ണിനെ പരിചയപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ ഓരോ രംഗത്തും അവളെ സൗന്ദര്യം കേവലം വിൽപ്പന ചരക്കാക്കുവാനുള്ളതല്ല, അവളെ സൗന്ദര്യം അർഹരായ വ്യക്തിയുടെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കുവാനുള്ളതാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം അവൾ തുണിയഴിച്ചിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന് വില പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരം മാർക്കറ്റിൽ വെച്ച് വിച്ച് ചീന്തുന്ന അവസ്ഥയെ അവസാനിപ്പിക്കുകയും, എന്റെ തൊലി സൗന്ദര്യമല്ല എന്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കേണ്ടത്, മറിച്ച് ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നതും ഞാൻ എന്ത് ചെയ്യുന്നു എന്നതുമാണ് എന്റെ വ്യക്തിത്വത്തിന്റെ അടിത്തറ എന്ന് പറയാൻ പെണ്ണിനെ പ്രാപ്തമാക്കുകയുമാണ് ചെയ്യുന്നത്. അവിടെ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു. അത് പെൺപീഡനത്തിനോ പുരുഷ പീഡനത്തിനോ ഉള്ളതല്ല. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്രീയമായ വസ്തുതകൾ ഈ ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവനും ശാസ്ത്രീയതയും പ്രകൃതിപരതയും മാനവികതയും വ്യക്തമാക്കുന്നു. പെണ്ണിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കപ്പെട്ടുകൂടാ. പെണ്ണിറച്ചി വിൽക്കപ്പെട്ടുകൂടാ. അത് മാധ്യമങ്ങളിലൂടെയാണെങ്കിലും, അത് പച്ചയായി വ്യഭിചാരശാലകളിലൂടെയാണെങ്കിലും ഒന്നും പെണ്ണിറച്ചി വിൽക്കാനുള്ളതല്ല. മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് പ്രദർശനപരമായ വിൽപ്പന.
അതേപോലെ തന്നെ പച്ചയായി വ്യഭിചാരശാലകളിൽ നടക്കുന്നത്, അതല്ലാതെയുള്ള നേർക്ക് നേരെയുള്ള വിൽപ്പന, പെണ്ണിന്റെ വോയിസ് അടക്കം വിൽക്കപ്പെടുന്ന ഒരു സാമൂഹ്യ ഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പെണ്ണിന്റെ കിളിക്കൊഞ്ചലുകൾ, ലൈംഗികതയിലേക്ക് ആകർഷിച്ചുകൊണ്ടുള്ള ടെലിഫോൺ വിളികൾ, അതിന് ലക്ഷങ്ങളുടെ വിറ്റുവരവുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു, അവനവന്റെ പുരുഷന്റെ മുന്നിലല്ലാതെ ഒരു സ്ത്രീയും കൊഞ്ചിക്കൊടഞ്ഞ് സംസാരിച്ചുകൂടാ. അവനവന്റെ പുരുഷനോടല്ലാതെ, അവനവന്റെ പുരുഷന്റെ കൂടെയല്ലാതെ, ഒരു മഹറമില്ലാതെ അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൂടാ. ഇതൊന്നും പെണ്ണിനെ പീഡിപ്പിക്കുവാനുള്ള നിയമങ്ങളല്ല, മറിച്ച് പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, പെണ്ണ് ഏത് സമയത്തും സംരക്ഷിക്കപ്പെടണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി. അതോടൊപ്പം തന്നെ അഥവാ പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ, പെണ്ണിനെതിരെ അക്രമങ്ങൾ ഉണ്ടായാൽ ആ അക്രമങ്ങൾ നിഷ്കൃഷ്ടമായി നേരിടണമെന്നും അതിനെതിരെ ശക്തമായ നിയമങ്ങൾ വേണമെന്നും ഇസ്ലാം പഠിപ്പിച്ചു. പെണ്ണിനെതിരെ ഏറ്റവും അധികം അക്രമം ഉണ്ടാവുക നാവിലൂടെയാണ്. നാവിലൂടെയുള്ള അക്രമം. സ്ത്രീക്കെതിരെ അവൾ മാന്യയായി ജീവിക്കുവാൻ ആഗ്രഹിച്ചാലും അവൾക്കെതിരെ പരദൂഷണം പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുടെ നാവുകളിലൂടെ അവളുടെ ചാരിത്രം ക്രൂരമായി പിച്ചു ചീന്തപ്പെട്ടേക്കാം. ശക്തമായ നിയമ നടപടികളാണ് ഈ രംഗത്ത് ഇസ്ലാം കൊണ്ടുവന്നത്. ഒരാളെ കുറിച്ച് ലൈംഗികമായ അപവാദ പ്രചരണം നടത്തിയാൽ അത് തെളിയിക്കുവാൻ 4 സാക്ഷികളില്ലെങ്കിൽ പരസ്യമായി 80 അടി അടിക്കണമെന്നുള്ള നിയമം, വ്യഭിചാരത്തിനുള്ള നിയമം, ബലാത്സംഗത്തിനെതിരെയുള്ള നിയമം, ഇസ്ലാമിക നിയമങ്ങൾ കാലഹരണപ്പെട്ടതാണ് എന്ന് ആവർത്തിച്ച് വിളിച്ചു കൂതുന്ന ആളുകൾ ഡൽഹി സംഭവത്തിന് ശേഷം വ്യഭിചാരികളെ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്നും അത് ചിത്രവധം നടത്തണമെന്നും അവരുടെ ലൈംഗികാവയവം ചെത്തിക്കളയണമെന്നുമെല്ലാമാണ് വാദങ്ങൾ ഉന്നയിച്ചു വന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്തതിന് ശേഷമാണ് ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നിയമങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നു. നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് മുതലാളിത്വത്തിന്റെ ജിഹ്വകളായ നമ്മുടെ മാധ്യമങ്ങളും നമ്മളെ തടഞ്ഞു നിർത്തുന്നു. എന്താ കാരണം? പെണ്ണിന്റെ സൗന്ദര്യ പ്രദർശനത്തെക്കുറിച്ച് സംസാരിച്ചാൽ, പെണ്ണിന്റെ ശരീര പ്രദർശനത്തെക്കുറിച്ച് സംസാരിച്ചാൽ, പെണ്ണിന്റെ ശരീര വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ കച്ചവട ലോകം, നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ലോകം അതെല്ലാം തന്നെ ക്രൈസിസിൽ, പ്രതിസന്ധിയിലായി പോകും എന്നാണ് മുതലാളിത്തത്തിന്റെ കാഴ്ചപ്പാട്. അവരെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്ത് മൂല്യമാണെങ്കിലും അത് കച്ചവടം ചെയ്യാനുള്ള വസ്തു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സാമൂഹ്യ ക്രമത്തിലാണ് അടിസ്ഥാനപരമായ മാറ്റമുണ്ടാകേണ്ടത്. ഇസ്ലാം പറഞ്ഞതുപോലെ സൗന്ദര്യം വിൽപ്പന ചരക്കാക്കുന്ന അവസ്ഥാവിശേഷമില്ലാതെ അത് കൃത്യമായി അർഹരായ ആളുകളുടെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാകാതെ പെണ്ണിനെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും ഏത് രൂപത്തിൽ ശ്രദ്ധിച്ചാലും തീർച്ചയായും പെണ്ണിനെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകാം. അതുണ്ടാവുകയില്ല എന്നൊന്നുമല്ല പറയുന്നത്, മറിച്ച് ഈ അതിക്രമങ്ങളുടെ തോത് വർദ്ധിക്കുകയും അതിലൊരു കുറ്റവാസന പോലും ഇല്ലാതെ, ഒരു കുറ്റബോധം പോലും ഇല്ലാതെ, കുറ്റവാസനയല്ല കുറ്റബോധം പോലും ഇല്ലാതെ ചെയ്യുന്ന അവസ്ഥ. ഡൽഹി സംഭവത്തിൽ ഏറ്റവും മൈനറായ പ്രതി 17 വയസ്സുകാരൻ, അവൻ ഈ ക്രൂരത മുഴുവനും ചെയ്യുകയും ബസ്സിൽ നിന്ന് ലഭിച്ച ഇരുമ്പ് ദണ്ട് കൊണ്ട് പെണ്ണിന്റെ ജനനേന്ദ്രിയത്തിനകത്തേക്ക് ഇരുമ്പ് ദണ്ട് മർദ്ദിച്ച് കയറ്റുകയുമെല്ലാം ചെയ്ത ക്രൂരത ചെയ്തയാൾ, അയാൾ പോലീസിന്റെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോ അർഹമായതല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലാണ് ഒരു കുറ്റബോധ പോലും ഇല്ലാതെയാണ് സംസാരിച്ചത് എന്നാണ്. അതാണ് വിഷയം, അതാണ് പ്രശ്നം. പുതിയ തലമുറ
എങ്ങനെയാണ് ഇക്കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് നമ്മുടെ ചുറ്റുപാടുകൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം ഒരു അടിസ്ഥാനപരമായ ധാർമ്മികവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. അതെല്ലാം ഉണ്ടായതിനു ശേഷം മാത്രമേ നമുക്കെല്ലാം നന്നാകാവൂ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. മറിച്ച് അർഹമല്ലാത്ത പെണ്ണിന്റെ മുഖത്തേക്ക് ലൈംഗിക തൃഷ്ണയോടുകൂടി നോക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ രംഗത്ത് പുരുഷന് കൃത്യമായും ഷീൽഡായി പ്രതിരോധമായി എങ്ങനെ നിലനിൽക്കാമെന്ന് പഠിപ്പിച്ചു തന്നതാണ്. അർഹമല്ലാത്ത പെണ്ണിനോടൊപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം, അർഹയല്ലാത്ത പെണ്ണിന്റെ കൂടെ നിങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം, അർഹമല്ലാത്ത പെണ്ണിനോടൊപ്പം നിങ്ങൾ ഒരിക്കലും ഒറ്റക്കാകരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം, അർഹമല്ലാത്ത പെണ്ണിന്റെ കുഴലുകൾക്ക് മുന്നിൽ നിങ്ങൾ നിന്നുകൊടുക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഇവിടെയെല്ലാം കൃത്യമായ പ്രതിരോധം തീർക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പുരുഷനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെണ്ണിനോട് നിങ്ങൾ അർഹതയില്ലാത്ത പുരുഷന്മാരുടെ മുന്നിൽ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത് എന്നും, അവരോടൊപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്നും, അവരോട് നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് എന്നുമെല്ലാം പഠിപ്പിച്ച ഇസ്ലാം അവർക്കും കൃത്യമായി പ്രതിരോധത്തിന്റെ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ മാറ്റമുണ്ടായാലും ഇല്ലെങ്കിലും വൈയക്തികമായ ജീവിതത്തിൽ ഈ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കാൻ സന്നദ്ധമായാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും. ഒപ്പം തന്നെ മീഡിയകളിലൂടെ കടന്നു വരുന്ന വൃത്തികേടുകൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറുകളെ മലീമസമാക്കാൻ സമ്മതിക്കാതിരിക്കുക എന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുവാൻ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ സന്നദ്ധമായെങ്കിൽ മാത്രമേ, ഞാൻ എൻ്റെ സംസാരത്തിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, എൻ്റെയും നിങ്ങളുടെയും മക്കൾ നാളെ പ്രതിസ്ഥാനത്തോ അതല്ലെങ്കിൽ ഇരയായോ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥാവിശേഷം ഇല്ലാതെയാകൂ. മാധ്യമങ്ങൾ നമ്മുടെ സംസ്കാരത്തെ നിർണയിക്കുന്ന സ്ഥാപനങ്ങളായി മാറുവാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെയാണ് ഇന്ന് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് മുതൽക്കുള്ള കാര്യങ്ങളിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും ആ രംഗത്തെല്ലാമുള്ള ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കാൻ സന്നദ്ധമാവുകയും ചെയ്താൽ ഈ രംഗത്ത് ഒരു കൃത്യമായ പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കും. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഈ സാമൂഹ്യക്രമത്തിന്റെ അടിസ്ഥാനപരമായ ഉടച്ചുവാർക്കൽ എന്ന ആശയമാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കുവാനുള്ളത്. അത് ഉടച്ചുവാർത്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ പെണ്ണിന് മാന്യമായി ജീവിക്കുവാനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ വിമർശനത്തിന് വേണ്ടി, നിങ്ങളുടെ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദ വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സമൂഹക്രമത്തിൻ്റെ അടച്ചുവാർക്കലാണ് അക്ബർക്ക് ഇവിടെ നിർദ്ദേശിച്ചൊരു മാർഗം. ഇത് ശരിക്കും നമ്മളൊരു സമൂഹത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് ഓപ്ഷനാണ് പറയൽ. ഒന്ന്, സ്ത്രീയും അന്യ സ്ത്രീ പുരുഷന്മാരെ പരമാവധി വേർപ്പെടുത്തി അവരെ മിംഗ്ലിംഗ് ഇല്ലാതെ വളർത്തുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, അവരെ പരമാവധി ഫ്രീ ആക്കി വിട്ട് പരമാവധി മിംഗിൾ ചെയ്ത് വിടുക. അപ്പോൾ സാധാരണഗതിയിൽ ചിന്തകന്മാരൊക്കെ പറയുള്ളത്, ഇങ്ങനെ മിംഗിൾ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമില്ലാതെ മാറും. ഇത് വേർപ്പെടുത്തി ജീവിക്കൊണ്ടാണ് അവർക്കിത് എന്താണെന്ന് അറിയാത്തതുകൊണ്ടുള്ളൊരു ആകാംക്ഷയോടുകൂടി ഈ ഒരു ബന്ധം വരുന്നത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെ ഉത്തരം കൊടുക്കാം? പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ ഈ ഹൈപ്പോതലാമസും അതേമാതിരി ടെസ്റ്റോസ്റ്റിറോണും ഒന്നും അറിയാത്ത സാധാരണ 3 വയസ്സുള്ള ഒരു പെൺകുട്ടി അതേമാതിരി ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആളുകളെയാണ് പീഡിപ്പിക്കണമൊക്കെ. ഇപ്പോൾ ഇതൊക്കെ അറിയണ സ്ത്രീകളെ പീഡിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ന്യായം ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ നടക്കണമെന്ന് പറയാം. ഇതൊന്നും അറിയാത്ത ജനിച്ചു വരുന്ന കുട്ടികളെ പീഡിപ്പിക്കണം, ഇതിനെങ്ങനെ ഉത്തരം കൊടുക്കാൻ കഴിയും? നമ്മുടെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം 2 ചോദ്യങ്ങളാണ്. ഒന്നാമതായി ചോദിച്ചത്, പ്രശ്നത്തിന് പരിഹാരം പറയുന്ന ആളുകൾ എപ്പോഴും പറയാറുള്ളത് യഥാർത്ഥത്തിൽ വേർപ്പെടുത്തിയ ഒരു സാമൂഹ്യ ക്രമമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. മറിച്ച് ആണിനെയും പെണ്ണിനെയും സ്വതന്ത്രമായി മിങ്കിൾ ചെയ്യാൻ വിട്ടാൽ മതി, എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ല, ലൈംഗികതയെക്കുറിച്ചുള്ള ആകാംക്ഷ ഉണ്ടാവില്ല. ആകാംക്ഷ ഉണ്ടാവുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്
പലപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് എന്ന് സാധാരണ നമ്മുടെ മലയാളത്തിലെല്ലാം മാധ്യമങ്ങളിൽ ഏറെ വരാറുള്ളൊരു സംഗതിയാണ്. ഇപ്പം അടുത്ത് ഈവൻ ഒരു പെൺകുട്ടിയുടെ, വളരെ ചെറിയൊരു പെൺകുട്ടി മക്കനെ ഇട്ടത്, പർദ്ദയിട്ടത് ചിത്രമായി കൊടുത്തിട്ട് പിന്നെ വളരെ മോശമായൊരു കമൻറ്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വർത്തമാന പത്രം തന്നെ ഉന്നയിക്കുകയുണ്ടായി. വളരെ മോശമായൊരു കമൻറ്റ് മുസ്ലിം സമൂഹത്തിനെതിരെ. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത ഇതിൽ രണ്ട് തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഒന്ന്, സ്ത്രീ ശരീരത്തെ പ്രദർശന വസ്തുവാക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീ പുരുഷന്മാർ യഥേഷ്ടം വിഹരിക്കുവാൻ അനുവദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ പെണ്ണിനെതിരെ അതിക്രമം ഉണ്ടാവുകയില്ല എന്ന വാദത്തിന് നല്ല എതിർവാദം അത്തരം സാമൂഹ്യ ക്രമം നിലനിൽക്കുന്ന സമൂഹങ്ങൾ തന്നെയാണ്. ഞാനിവിടെ എൻ്റെ സംസാരത്തിൽ പറഞ്ഞു, അമേരിക്കയുടെ സമൂഹത്തിൽ, അമേരിക്കയിൽ ഓരോ 3 മിനിറ്റിലും പെണ്ണിനെതിരെ അതിക്രമം നടക്കുന്നു. അവിടുത്തെ സാമൂഹ്യ സംവിധാനത്തിൽ സ്ത്രീ പുരുഷന്മാർ മിങ്കിൾ ചെയ്യുന്നതിന് യാതൊരു രൂപത്തിലുമുള്ള നിയന്ത്രണങ്ങളോ നിയമങ്ങളോ ഒന്നുമില്ല. ഇനി വേണ്ട, നിയമപ്രകാരം ലൈംഗിക വൃത്തി അഥവാ സെക്സ് വർക്ക് അനുകൂലിക്കുന്നതല്ല അമേരിക്കയുടെ ഫെഡറൽ ഭരണകൂടം. എന്നാൽ നെവാഡ സ്റ്റേറ്റ്, അവിടെ നിയമപ്രകാരം, അമേരിക്കയിൽ തന്നെയുള്ള നെവാഡ സ്റ്റേറ്റിൽ നിയമപ്രകാരം തന്നെ ലൈംഗിക വൃത്തി, പ്രോസ്റ്റിറ്റ്യൂഷൻ, സെക്സ് വർക്ക് അനുവദിക്കപ്പെട്ട നാടാണ്. അവിടെയാണ് ലാസ് വേഗാസ് എന്ന് പറയുന്ന ലോകത്തിലെ ലൈംഗികതയുടെ എല്ലാ കുത്തഴിഞ്ഞ ഏർപ്പാടും നടക്കുന്ന കേന്ദ്രം ഉള്ളത്. ലാസ് വേഗാസ് നഗരത്തിന്റെ മുന്നിലുള്ള നിയോൺ ബൾബിന്റെ ബോർഡ് തന്നെ വെൽക്കം ടു സിൻ സിറ്റി എന്നാണ്, പാപനഗരത്തിലേക്ക് സ്വാഗതം. അവിടെ പൂർണ്ണ നഗ്നരായ സ്ത്രീകളുടെ നൃത്ത ക്ലബ്ബുകൾ തന്നെ ഒരുപാടുണ്ട് എന്നാണ് ട്രാവലോഗുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അവിടെയടക്കം പെണ്ണുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. ഇതെല്ലാം വാങ്ങാൻ കിട്ടുന്ന സ്ഥലത്ത് പോലും, എല്ലാ അർത്ഥത്തിലുമുള്ള തുറന്ന ലൈംഗികത നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും, വേർതിരിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ പോലും അതിക്രമങ്ങൾ അതിശക്തമായി നടക്കുന്നു. ആ അതിക്രമങ്ങൾ നടക്കുന്നു എന്നത് തന്നെ ഇപ്പറഞ്ഞ എൻ്റെ സുഹൃത്ത് ഇവിടെ ഉന്നയിച്ച വാദത്തിന് നേരെ എതിരാണ്. ഇനി ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച സമൂഹങ്ങളുടെ അവസ്ഥയോ? കാരണം പറയാറുണ്ട്, തീർച്ചയായും ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച സമൂഹങ്ങളിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ വർദ്ധിക്കുകയും അപ്പോൾ അതിക്രമത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കുറവ് നടക്കുന്ന നാട് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിൽ തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മാധ്യമങ്ങളുടെ കടന്നുകയറ്റം വഴി, ഇന്റർനെറ്റിന്റെ കടന്നുകയറ്റം വഴിയെല്ലാം തന്നെ സൗദി യുവാക്കളും സൗദിയിലെ സാമൂഹ്യ സംവിധാനവും എല്ലാം ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുള്ളതെല്ലാം വസ്തുതയാണ്. എങ്കിൽ പോലും നിയമപരമായി മാന്യമായ വസ്ത്രം മാത്രം ധരിച്ച് പുറത്തിറങ്ങണമെന്ന കൽപ്പനയുള്ള നിയമപരമായ നിർദ്ദേശമുള്ള സൗദി അറേബ്യയാണ് ലോകത്ത് പെണ്ണുങ്ങൾക്കെതിരെ പീഡനങ്ങൾ നടക്കുന്നതിൽ, പെണ്ണുങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ ഉള്ളതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന നാട്. അപ്പൊ ഇത് ഈ വാദത്തിന്റെ നേരെ എതിരാണ്. ഇനി ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കേണ്ടതുണ്ടോ? അതിൻ്റെ സയൻസ് എന്താണ്? അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ ലോകത്ത് നടക്കുന്ന വേറൊരു സംഗതിയുണ്ട്, അതുകൂടി നമ്മൾ കാണാതിരുന്നു കൂടാ. അതെന്താന്ന് വെച്ചാൽ, ശരിയായ ലൈംഗികതയെ സംതൃപ്തമായി ആസ്വദിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സംതൃപ്തമായ സെക്സ് ആസ്വദിക്കുവാനുള്ള അവസരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലടക്കം
അതുകൊണ്ടാണല്ലോ ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വിപണി ഇത്ര വലുതാകുന്നത്. ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വിപണി നിങ്ങൾക്കറിയാം, പത്രം വായിക്കുന്ന ആളുകൾക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളാണ് നമ്മൾ ദിവസേന മലയാള പത്രങ്ങളിൽ പോലും ടെലിവിഷനിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ? ഉത്തേജക മരുന്നുകൾ. അതിന് പിന്നിൽ പോകുന്നത് ആരാണ്? സംതൃപ്തമായ ലൈംഗികതയെ ആസ്വദിക്കാൻ കഴിയാത്തവർ എന്നാണ് ലൈംഗിക ശാസ്ത്രപരമായ മറുപടി. അപ്പോ എന്തുകൊണ്ടാണ് അസംതൃപ്ത ലൈംഗികത ഒരു പ്രശ്നമായി മാറുന്നത്? യഥാർത്ഥത്തിൽ ലൈംഗിക ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്രിയ നടക്കേണ്ടത് ബെഡ്റൂമിനകത്താണ്. ബെഡ്റൂമിനകത്ത്, നമ്മുടെ സ്വകാര്യ മുറികൾക്കകത്ത് നമ്മുടെ ഇണകൾ അവരുടെ ശരീരം ആസ്വദിക്കപ്പെടുമ്പോൾ നടക്കേണ്ട പ്രക്രിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റോസ്റ്ററോൺ ഉൽപാദനം മറ്റല്ലോ. ഇത് അവനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ മുഴുവനും നടന്നുകൊണ്ടേയിരിക്കുന്നു. പുറത്ത് അർദ്ധനഗ്നതയും നഗ്നതയും മലീമസമാക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ്. ആ സാമൂഹ്യ സാഹചര്യത്തിന്റെ തലച്ചോറും ശരീരവുമായി തൻ്റെ സ്വകാര്യ മുറിയിലെത്തുമ്പോൾ പിന്നെ തൻ്റെ ശരീരം പ്രവർത്തനക്ഷമമാകുന്നില്ല. ആ പ്രവർത്തനക്ഷമമാകാത്ത അവസ്ഥയെ അവൻ തന്നെ ധരിക്കാൻ തുടങ്ങുന്നു തനിക്കെന്തോ ലൈംഗികമായ പ്രശ്നമുണ്ട് എന്ന്. അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ഞാനിത് പറയുന്നത് വളരെ കൃത്യമായ ലൈംഗിക ശാസ്ത്രപരമായ നമ്മുടെ നാട്ടിലും അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം നടന്നിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിലാണ്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീയുടെ സൗന്ദര്യം അത് പ്രദർശിപ്പിക്കപ്പെടാതിരിക്കേണ്ടത് പുരുഷന്റെയും സ്ത്രീയുടെയും സംതൃപ്തമായ ലൈംഗിക ജീവിതത്തിനു കൂടി അനിവാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. സംതൃപ്തമായ ലൈംഗിക ജീവിതം അത് സ്വകാര്യതകളിൽ സാധിക്കണമെങ്കിൽ, സ്വകാര്യ മുറിയിൽ സാധിക്കണമെങ്കിൽ വ്യാപകമായ ലൈംഗികവൽക്കരണം ഉണ്ടാകരുത്. അപ്പൊ യഥാർത്ഥത്തിൽ പെണ്ണും പുരുഷനും പാലിക്കണമെന്ന് പറയുന്ന ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ കേവലം സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, സംതൃപ്തമായ ലൈംഗിക ജീവിതത്തിനും അനിവാര്യമാണ് എന്നർത്ഥം. ഇനിയാണ് രണ്ടാമത്തെ ചോദ്യം. ഈ പറഞ്ഞതെല്ലാം വലിയ ആൾക്കാരെ ശരീരത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ ചെറിയ പൈതം മക്കളെ ബലാത്സംഗം ചെയ്യുന്ന മനുഷ്യന്മാരുടെ മുന്നിൽ ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് തന്നെയാണ് പ്രശ്നയോ? എന്തുകൊണ്ട് അതുണ്ടാകുന്നു? യഥാർത്ഥത്തിൽ ഒരു ശരാശരി പുരുഷനെ സംബന്ധിച്ചിടത്തോളം പീഡോഫീലിയ എന്ന ലൈംഗിക വൈകൃതം ബാധിക്കാത്ത ശരാശരി പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശരീര വളർച്ചയെത്തിയ പെണ്ണിന്റെ ശരീരം കാണുമ്പോൾ മാത്രമാണ് ലൈംഗികമായ സംതൃപ്തിയും ലൈംഗികമായ ആകർഷണവും ലൈംഗികമായ ഉത്തേജനവും അവളോടുള്ള ആകർഷണവും എല്ലാം തോന്നുക. ഇതൊരു വസ്തുതയാണ്. പക്ഷേ ആ ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ പുതിയ സമൂഹം മാറുകയും ചെറിയ കുട്ടിയെ കാണുമ്പോൾ പോലും ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നമ്മുടെ സ്വകാര്യ മുറികളാണ്, നമ്മുടെ സ്വീകരണ മുറികളാണ്. നമ്മുടെ സ്വീകരണ മുറികളിൽ കുടുംബം ഒരുമിച്ചിരുന്ന്, മാതാവും പിതാവും മക്കളുമെല്ലാം ഒരുമിച്ചിരുന്ന്, സഹോദരിയും സഹോദരനും അനുജനും അനുജത്തിയുമെല്ലാം ഒരുമിച്ചിരുന്ന് കാണുന്നത് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അർദ്ധനഗ്ന നൃത്തങ്ങളാണെങ്കിലും അതേപോലെയുള്ള സംഗീത ആസ്വാദന പരിപാടികളാണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അല്ല, അത് കാണുന്ന ആളുകളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്താണ്? സ്വകാര്യ മുറികളിൽ മാത്രം സംഭവിക്കേണ്ട മാറ്റം കുടുംബം ഒരുമിച്ചിരിക്കുമ്പോൾ സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിലനിൽക്കേണ്ട ആ കുടുംബ ബന്ധമുണ്ടല്ലോ, അതുപോലും മറക്കപ്പെടുന്നു. ഇന്ന് പിതാക്കൾ തങ്ങളുടെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് എണ്ണം കൂടുന്നു. സഹോദരന്മാർ തമ്മിലുള്ള ഇൻസെസ്റ്റിന്റെ എണ്ണം കൂടുന്നു. ഇതെല്ലാം തന്നെ ശരിക്ക് ലൈംഗിക ശാസ്ത്രപരമായി പറഞ്ഞാൽ അസംഭവ്യമാണ്. അതല്ലെങ്കിൽ വൈകൃതം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. സഹോദരിയും സഹോദരനും തമ്മിൽ
ലൈംഗികമായ ആകർഷണം പോലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് സാധാരണഗതിയുള്ള ലൈംഗിക ശാസ്ത്രം. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഒരേ മാതാവിൻ്റെ മുല കുടിച്ച് വളർന്ന സഹോദരനും സഹോദരിയും തമ്മിൽ ലൈംഗിക ആകർഷണത്തിന് അപ്പുറത്തുള്ള സാഹോദര്യ ബന്ധമാണ് ഉണ്ടാവുക. അതിന് ശരീരശാസ്ത്രപരമായി തന്നെ ഓക്സിറ്റോസിൻ എന്ന ഒരു ഹോർമോണിന്റെ പ്രവർത്തനം കാരണമാകുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയല്ലാതായിത്തീരുന്നു. എന്തുകൊണ്ട്? ഈ സ്വകാര്യതയിൽ നടക്കേണ്ട നേരത്തെ പറഞ്ഞ ശരീരക്രിയകൾ മുഴുവനും കുടുംബം ഒന്നിച്ചിരുന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ തകരുന്നു. സഹോദരിയെ പെണ്ണിനെ കാണാൻ തുടങ്ങുന്നു. അമ്മയിൽ പോലും പെണ്ണിനെ കാണാൻ തുടങ്ങുന്നു. സ്വന്തം അനുജത്തി പ്രായപൂർത്തിയെത്തിയിട്ടില്ലെങ്കിലും അവളിൽ പെണ്ണിനെ കാണാൻ തുടങ്ങുന്നു. അത് കുറച്ച് വ്യാപകമായി പോകുമ്പോൾ അയൽക്കാരിലും അയൽക്കാരിയിലും എല്ലാം എത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്കെതിരെ പീഡനം നടന്ന കേസുകളിൽ 97% ഒന്നിക്ക അച്ഛന്മാർ, അല്ലെങ്കിൽ മുത്തച്ഛന്മാർ, അതല്ലെങ്കിൽ സഹോദരന്മാർ, അതല്ലെങ്കിൽ അമ്മാവന്മാർ, അതല്ലെങ്കിൽ അയൽക്കാർ, ഇവരാണ് ഈ പീഡനത്തിലെ പ്രതികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ ക്രമം തന്നെയാണ് ഇവിടെ കുറ്റക്കാർ. പെൺകുട്ടി അവിടെ ടെസ്റ്റോസ്റ്ററോണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും അവൾക്ക് പ്രായപൂർത്തി എത്തണം. പക്ഷേ അവളല്ലല്ലോ ഇത് ചെയ്യുന്നത്, മറിച്ച് പ്രായപൂർത്തി എത്തിയ പുരുഷനാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഈ തലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. പേര് മുത്തലിബ്. എൻ്റെ ചോദ്യം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. ഇവിടെ സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്ത്രീകൾ തലയിൽ ഒട്ടകത്തിൻ്റെ കുഞ്ഞു പോലെയുള്ളൊരു സംഭവമുണ്ട്. അത് തെറ്റാണ്. ഇത്രയും കാലം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം അടുത്ത് പറയുന്ന അത് തെറ്റാണെന്നുള്ളത്. അത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത്. പിന്നെ രണ്ടാമതായി ഇവിടെ സ്ത്രീകൾ സാധാരണ യൂസ് ചെയ്യാറുള്ള പർദ്ദ, അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആളുകൾക്ക് സെക്സിനോടുള്ള താല്പര്യം കൂടുന്ന രീതിയിലാണ് അവർ പർദ്ദ കണ്ടുവരാറുള്ളത്. കാരണം ശരീര വടിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പർദ്ദയാണ് അധിക സ്ത്രീകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതും ഹറാമാണോ, അത് അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന പർദ്ദ ഹലാലായ ഒരു പർദ്ദയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സ്ത്രീയുടെ വസ്ത്രധാരണയായിട്ട് ബന്ധപ്പെട്ട ഒരു കർമ്മശാസ്ത്രപരമായ ചോദ്യമാണ് സഹോദരൻ മുത്തലിബ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പെണ്ണിൻ്റെ വസ്ത്രം എന്താകണം, പുരുഷൻ്റെ വസ്ത്രം എന്താകണം എന്നുള്ള കാര്യത്തെല്ലാം ഇസ്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ വിധിവിലക്കുകളാണുള്ളത്, കൃത്യമായ വിധിവിലക്കുകളാണുള്ളത്. അത് ആണിനുണ്ട് നിയമം, പെണ്ണിനുണ്ട് നിയമം. ആണിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വസ്ത്രം മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ ഉള്ള ഭാഗങ്ങൾ പൂർണ്ണമായും മറക്കുന്നതാകണം. അത് ഏത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാകേണ്ട മറ്റ് കുറേ സവിശേഷതകൾ മറ്റേ സെക്സിൻ്റെ എതിർലിംഗത്തിൻ്റെ വസ്ത്രമാകരുത്. അതേപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രം ശരീരഭാഗങ്ങളെ ഉള്ളിൽ കൂടി കാണുന്നതാകരുത്. ശരീരഭാഗങ്ങളെ ടൈറ്റായി ശരീരഭാഗങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നതാകരുത്. ഇതെല്ലാം ആണിനുള്ള നിയമങ്ങളാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ നിയമങ്ങൾ അത് പർദ്ദയാണെങ്കിലും നമ്മൾ കാണുന്ന പർദ്ദയാണെങ്കിലും മറ്റേത് വസ്ത്രമാണെങ്കിലും എന്താണെങ്കിലും ഒന്നാമത്തേത് തന്നെ അത് പുരുഷനെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ളതാകരുത് എന്നതാണ്. അത് നമ്മൾ പർദ്ദൻ്റെ ഉള്ളിൽ വെച്ച് ഈ എന്ത് നിമ്നോന്നതികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഇത് ആണിനെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതാകരുത് ഒരു കാരണവശാലും. അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ ഒന്നും മുഴച്ച് കാണാത്ത രൂപത്തിലുള്ളതാകണം. അതേപോലെ തന്നെ ആണിൻ്റെ വസ്ത്രമാകരുത്, പുരുഷ വസ്ത്രം ആകരുത് സ്ത്രീ ധരിക്കുന്നത്. അതേപോലെ തന്നെ അത് മറ്റ് മതക്കാരുടെ സാദൃശ്യമുള്ള വസ്ത്രമാകരുത്. അത് അയഞ്ഞ വസ്ത്രമാകണം. ശരീരഭാഗങ്ങളെ പ്രകടിപ്പിക്കുന്ന, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം ഈ നിയമങ്ങളെല്ലാം ഒരേപോലെ ബാധകമാണ്, പെൺവസ്ത്രമാണെങ്കിലും പുരുഷ വസ്ത്രമാണെങ്കിലും. അതിൽ പെൺവസ്ത്രത്തിന് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളെല്ലാം മറച്ചിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം. ബാക്കി നിയമങ്ങളെല്ലാം ആണിനും പെണ്ണിനും ഏകദേശം ഒരേപോലെയാണ്. അഥവാ ആണിനാണെങ്കിലും ഡ്രസ്സ് അത് പുറത്തേക്ക് കാണുന്നതാകരുത്. അതേപോലെ തന്നെ അത് ശരീരത്തിൻ്റെ നിമ്നോന്നതികളെ പ്രകടിപ്പിക്കുന്നതാകരുത്. അതേപോലെ തന്നെ
മറ്റേ സെക്സിന്റെ വസ്ത്രമാകരുത്, എതിർലിംഗത്തിന്റെ വസ്ത്രമാകരുത്. ഇതെല്ലാം ആണിനും പെണ്ണിനും ഒരേപോലെയുള്ളതാണ്. എന്നാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈ ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ഒരേ മറക്കണമെന്നുള്ളതാണ് പെണ്ണിന് പ്രത്യേകിച്ചുള്ള നിയമം. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ വസ്ത്രം അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും തന്നെ ആണിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ളതാകരുത്. അത് മുടി മുകളിലേക്ക് കെട്ടിയാലും അത് പിന്നെ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ആണിനെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉള്ളത് ഒരു കാരണവശാലും ആയിക്കൂടാ. ശരീരത്തിൻ്റെ നിമ്നോന്നതികളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ളത് പർദ എന്ന പേരിലായാലും വേറെ എന്തെങ്കിലും പേരിലാണെങ്കിലും അതൊന്നും ആയിക്കൂടാ എന്നുള്ളതാണ് ആ രംഗത്ത് ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ നാസർ. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ സ്ത്രീയും പുരുഷന്മാരും ഒരേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ പ്രായോഗികമായിട്ട് വേർതിരിക്കൽ സാധ്യമല്ല. ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലായിക്കാലും സൗദി അറേബ്യയിൽ ഒഴികെ. അപ്പോൾ സ്ത്രീയും പുരുഷനും പ്രത്യേകമായിട്ട് സ്പെസിഫിക് ആയിട്ട് എന്ത് നിർദ്ദേശമാണുള്ളത് ജോലി സ്ഥലത്ത് ചെയ്യേണ്ടത്? ജോലി സ്ഥലത്ത് സ്ത്രീയും പുരുഷനും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്താണെന്ന് ചോദ്യം. ഞാൻ എൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചു, ഏത് സ്ഥലത്താണെങ്കിലും സ്ത്രീ പാലിക്കേണ്ട മര്യാദ ഒന്നാമതായി വസ്ത്രത്തിൻ്റെ മര്യാദയാണ്. ആണും പാലിക്കേണ്ട മര്യാദ വസ്ത്രത്തിൻ്റെ മര്യാദയാണ്, അഥവാ ഇസ്ലാമികമായ വസ്ത്രധാരണമാകണം. രണ്ടാമതായി, ഏത് കാര്യത്തിനാണെങ്കിലും പെണ്ണും പുരുഷനും മാത്രമായി സ്വകാര്യതയിൽ വർത്തമാനം പറയുന്ന അവസ്ഥയുണ്ടായിക്കൂടാ. അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന രൂപത്തിലുള്ള ഒരു നോട്ടം ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. അവളുടെ സൗന്ദര്യം തൻ്റെ സബോർഡിനേറ്റാണ്, തൻ്റെ കീഴിലുള്ള ജോലിക്കാരിയാണ്, ആരാണെങ്കിലും അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന രൂപത്തിലുള്ള നോട്ടം ഉണ്ടായിക്കൂടാ. അത് മനസ്സാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് നിങ്ങൾ കണ്ണ് താഴ്ത്തണമെന്ന്. അത് ആണിനും പെണ്ണിനും ബാധകമാണ്. ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, അവർ രണ്ടുപേരും സ്വകാര്യതയിൽ ഒരുമിച്ചാകുന്നത് ഒരിക്കലും ഉണ്ടായിക്കൂടാ. രണ്ട് ആണും പെണ്ണും അതേപോലെ യാത്രകളിൽ ഒരുമിച്ചാകുന്നത്, ഒറ്റക്കാകുന്നത് ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ. ഇതെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സംഭാഷണങ്ങൾ നടത്തേണ്ടി വരുമ്പോൾ കൊഞ്ചിക്കൊഴയുന്ന അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്. പെണ്ണിൻ്റെ സംസാരം തീർച്ചയായും പുരുഷ മനസ്സുകളിൽ താല്പര്യമുണ്ടാക്കുകയും പ്രലോഭനമുണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളതൊരു വസ്തുതയാണ്. സംസാരത്തിലൂടെ തന്നെ കോടികളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ സംസാരത്തിലൂടെ ടെലിഫോൺ സെക്സ് എന്നുള്ളത് ഇന്ന് ലോകത്തെല്ലാം വ്യാപകമായ കോടികളുടെ വരുമാനമുള്ള ഒരു ബിസിനസ്സാണ്. അപ്പം അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോലുമുള്ള സംസാരത്തിലെ ശൃംഗാരങ്ങൾ വഴി ഉണ്ടാക്കുന്ന വരുമാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ശൃംഗാരം നമ്മുടെ ഓഫീസിലും ഉണ്ടായിക്കൂടാ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചുരുക്കത്തിൽ സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നതോ ഒരുമിച്ച് പഠിക്കുന്നതോ ഒന്നും വിരോധമുള്ളതല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ പേര് ഷാജി. എനിക്ക് 3 ചോദ്യങ്ങളുള്ളത്. ഒന്ന്, ഈ ഇസ്ലാമിൽ ഇപ്പോൾ യുദ്ധത്തിന് ശേഷം ഈ സ്ലേവ്സായിട്ട് പെണ്ണുങ്ങളെ പിടിക്കപ്പെടുമ്പോൾ ആ പെണ്ണുങ്ങൾ ഓരോ യജമാനന്മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ യജമാനന് ഇപ്പം ആ സ്ലീവായിട്ട് കിട്ടുന്ന പെണ്ണിനെ ആ പെണ്ണിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ആ പെണ്ണുമായി സെക്സിലേർപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതൊന്നാണ്. രണ്ടാമത്തത്, ഈ നെറ്റിലൊക്കെ സ്ഥിരമായി കാണുന്നൊരു പ്രശ്നമുണ്ട്, ഒരു സംഭവമാണ്. ഉമ്മു കിർഫ എന്ന് പറഞ്ഞൊരു സ്ത്രീനെ വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം. ഈ സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത എന്ന് അറിയാൻ താല്പര്യമുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, ഈ ഇബ്നു ഇസാഖിൻ്റെ ഒക്കെ ഈ ഗ്രന്ഥത്തിൽ സീറ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സീറ പറയുന്നത്, ആ സീറയിൽ പറയുന്ന ചരിത്രങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാം കറക്റ്റാണോ? ഇത് 3 ചോദ്യങ്ങളാണ്. അടിമ സ്ത്രീകളുമായി അവർക്കിഷ്ടമില്ലെങ്കിലും ബന്ധപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്നാണ്. ഇല്ല. അടിമ സ്ത്രീകളെ എന്ന് മാത്രമല്ല, സ്വന്തം ഇണകളാണെങ്കിൽ പോലും ഭാര്യമാരാണെങ്കിൽ പോലും അവരുടെ സംതൃപ്തിയോടുകൂടി ബന്ധപ്പെടലാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. അടിമ സ്ത്രീകളെ ആണെങ്കിലും അവരെ ബലാത്സംഗം ചെയ്യുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വിഷയം
അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം സ്വാഭാവികമായും ആധുനിക സമൂഹത്തിന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം. കാരണം ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിലവിലില്ലാത്തൊരു സ്ഥാപനമാണ് അടിമത്വം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതെടുത്ത് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഇത് ഭയങ്കരമായിട്ട് പൊക്കിക്കൊണ്ടുവരുന്നത്. സത്യത്തിൽ അടിമ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിൻ്റെ സർവകാലികതയും ഇസ്ലാമിൻ്റെ ദൈവികതയുമാണ് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് വിശദമായി ഖുർആൻ്റെ മൗലികത എന്ന പുസ്തകത്തിൽ ഖുർആനും അടിമത്വവും എന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് അത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഭാഗമല്ല, മാത്രമല്ല കുറേ വിശദീകരിക്കേണ്ടതാണ്. ഒരുപാട് പ്രോഗ്രാമുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമുകളുടെ CD-കൾ നോക്കിയാലും കാണാൻ പറ്റും. ചുരുക്കത്തിൽ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്: അടിമ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം ഒരാളെയും അതിക്രമിക്കുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത് ഉമ്മു ഖിർഫാൻ, ഇതും ഇതേപോലുള്ളൊരു സംഭവമാണ്. ഉമ്മു ഖിർഫ എന്ന് പറയുന്ന സ്ത്രീയെ എന്ത് ചെയ്തു? അവരെ ക്രൂരമായി കൊന്നു എന്നാണ് ഇന്റർനെറ്റിലൂടെ ഉള്ള വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം. ഒന്ന്, ആ ചരിത്രം കൃത്യമായ സ്രോതസ്സുകളുടെ അഭാവമുള്ള ചരിത്രമാണ്. ഇനി ആ ചരിത്രം കൃത്യമായ സ്രോതസ്സുകളുടെ അഭാവമുള്ളതാണെങ്കിലും അത് ശരിയാണെന്ന് വെച്ചാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമല്ല ആ വധം നടന്നത്. മറിച്ച് അവർ ആരെയാണോ ആക്രമിച്ചത്, അവർ ആക്രമിച്ച സ്വഹാബിമാർ അവർ തിരിച്ചടിച്ചപ്പോൾ ഇവർ ചെയ്ത ക്രൂരതകൾ അവരോടും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ആക്രമിച്ച, അവരുടെ അക്രമങ്ങൾ സഹിച്ച സ്വഹാബിമാർ ഇവരെ പിടിക്കുകയും ഇവർക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്തപ്പോൾ അവര് എത്രയോ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. ആ ക്രൂരതകൾക്ക് പ്രതികാരം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഇബ്നു ഇസ്ഹാഖ് എല്ലാം ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ആ സംഭവങ്ങൾ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ഉദ്ധരിക്കപ്പെട്ട സ്രോതസ്സുകളിൽ പോലും പറയുന്നില്ല. ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിച്ചാലും താരീഖ് തബ്രിയിൽ ഉദ്ധരിച്ചാലുമെല്ലാം ഒരിക്കലും അത് ഓതന്റിക് ആയിക്കൊള്ളണമെന്നില്ല. ഓതന്റിക് ആകണമെങ്കിൽ, അത് പ്രബലമാകണമെങ്കിൽ കൃത്യമായ ചെയിനുകളോടെ അഥവാ ശൃംഖലയോടെ ഉദ്ധരിക്കപ്പെട്ടതാകണം. ഇബ്നു ഇസ്ഹാഖിലെ പല ചരിത്രങ്ങളും പല കാര്യങ്ങളും അങ്ങനെ ശൃംഖലയുള്ളതല്ല, സനദുള്ളതല്ല എന്നർത്ഥം. സനദ് കൃത്യമാണെങ്കിൽ മാത്രമേ അത് പ്രവാചകനിൽ സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. സനദ് കൃത്യമാണെങ്കിൽ അത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണും. അധികപക്ഷവും ബുഖാരിയിലോ മുസ്ലിമിലോ അബൂദാവൂദിലോ നസായിലോ എല്ലാമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ, പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണും. അതിലില്ലാത്ത, എന്നാൽ സനദ് കൃത്യമല്ലാത്ത സംഭവങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് പറയാമെന്നല്ലാതെ സംഭവിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവയിൽ തന്നെയുള്ള പ്രശ്നമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചുരുക്കത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പെണ്ണുങ്ങളെ അടിമ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഉമ്മു ഖിർഫയെ അതിക്രമിച്ചിട്ടില്ല. അതിക്രമിച്ചതായി പറയുന്ന സംഭവം സനദ് കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതല്ല. അങ്ങനെ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണെങ്കിൽ പോലും അത് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടായതല്ല. ആ സംഭവം സ്വഹാബിമാർ അവർക്കെതിരെ അവർ ചെയ്തതിന് പ്രതികാരം ചെയ്തു എന്ന് മാത്രമേയുള്ളൂ. അവരെ കൊന്നു എന്നുള്ളതാണ് പ്രതികാരം. അവർക്കെതിരെ ക്രൂരമായി ആയിരുന്നു ആ കൊലപാതകം എന്നാണ് ചരിത്ര സംഭവത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഏത് ചരിത്ര ഗ്രന്ഥവും, അത് താരീഖ് ത്വബരിയും ഏറ്റവും പുരാതനമായ ചരിത്ര ഗ്രന്ഥങ്ങൾ, ഒന്ന് ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയാണ്, സീറത്ത് ഇബ്നു ഇസ്ഹാഖാണ്. രണ്ടാമത്തേത് താരീഖ് ത്വബരിയാണ്. ഇത് ഏതാണെങ്കിലും അതിൽ പറയുന്നു എന്നതുകൊണ്ട് മാത്രം അത് ഓതന്റിക് ആകൂല. മറിച്ച് അതിൻ്റെ സനദ് പരിശോധിച്ചിട്ട് ആ സനദ് കൃത്യമാണെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും വിശ്വാസയോഗ്യമാകൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹ്സിൻ. എൻ്റെ ചോദ്യം, സമകാലിക കേരളത്തിലെ വിദ്യാസമ്പന്നരായ ആളുകളിൽ ഈ ജിന്ന് ബാധ, സിഹിർ ബാധ, ജിന്ന് ഒഴിപ്പിക്കൽ, അടിച്ചിറക്കൽ തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ വിദ്യാസമ്പന്നരായ സ്ത്രീകളാണ് കൂടുതലായി അകപ്പെടുന്നത്, ഈ കെണിയിൽപ്പെടുന്നത്. അപ്പോൾ
ഒന്നാമതായി ഇത്തരം സ്ത്രീകളെ എങ്ങനെ ഈ ഒരു കെണിയിൽ നിന്ന് രക്ഷിക്കാനാകും? രണ്ടാമതായി അതിലേറെ പ്രധാനമായി ഇതിലൂടെ വളർന്നു വരുന്ന അടുത്തൊരു തലമുറയെ എങ്ങനെ നമുക്കൊരു സുരക്ഷിത കൊടുക്കാൻ കഴിയും? വളരെ കൃത്യമായ ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സമകാലികമായ കേരളീയ സാഹചര്യത്തിൽ അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ പോകുന്നു. എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. പുതിയ തലമുറയെയും സ്ത്രീകളെയും എല്ലാം എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും? ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം യഥാർത്ഥത്തിലുള്ള വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്ന് വേർതിരിക്കുന്നത് അത് വസ്തുതയാണോ അല്ലേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും കൃത്യമായി നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് ഒരിക്കലും തന്നെ അന്ധവിശ്വാസമാവുകയില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലോ പരിശുദ്ധ ഖുർആനിലോ ഇല്ലാത്ത കാര്യങ്ങൾ അത് നമ്മുടെ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എല്ലാം നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും ഉപയോഗപ്പെടുത്തി വ്യാഖ്യാനിച്ച് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, ഇതെല്ലാമാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് ആളുകളെ നയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ട സമൂഹം അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായിരുന്നു അവിടെ. നിങ്ങൾക്കറിയാം, എല്ലാവിധ തിന്മകളും കളിയാടിയിരുന്ന സ്ഥലം, എല്ലാവരോടും പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, എല്ലാ തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും സ്വീകരിച്ചിരുന്നവർ. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആളുകളുടെ മനസ്സുകളെ സംസ്കരിച്ചു കൊണ്ടുവന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത സമൂഹം അവർ മലക്കുകളിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു, അവർ ജിന്നുകളിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു, അവരുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങൾക്കും അടിമപ്പെട്ടവരായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തരംതിരിച്ച് പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെ വിശ്വസിക്കണമെന്ന്. മലക്കുകൾ ദൈവത്തിന്റെ പുത്രിമാരാണ് എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിൽ മലക്കുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ സൃഷ്ടികളാണ് എന്ന്, ആ വിശുദ്ധ സൃഷ്ടികൾക്ക് അള്ളാഹു നൽകിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കലാണ് അവരുടെ ദൗത്യമെന്ന്, ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന്, അതുകൊണ്ട് തന്നെ അവരോടല്ല നിങ്ങൾ കാര്യനിർവഹണത്തിന് വേണ്ടി ആവശ്യപ്പെടേണ്ടത് എന്ന്, അവരെ ആരാണോ നിയന്ത്രിക്കുന്നത് അവനോടാണ് നിങ്ങൾ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മലക്കുകളെ പ്രാർത്ഥിച്ചിരുന്ന, മലക്കുകളോട് സഹായം ചോദിച്ചിരുന്ന അവരോട് മലക്കുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ സൃഷ്ടികളും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നവരുമാണ് എന്നും, ആ കാര്യത്തിൽ വീഴ്ച വരുത്താതെ അവർ മുന്നോട്ട് പോകുന്നു എന്നും, നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ മലക്കുകളോടല്ല മറിച്ച് അവരുടെ സൃഷ്ടാവും അവരുടെ നിയന്താവുമായ സർവശക്തനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും, അവനോട് നിങ്ങൾ സഹായം ചോദിച്ചാൽ ചിലപ്പോൾ അള്ളാഹു മലക്കുകളിലൂടെ നിങ്ങളെ സഹായിക്കാം എന്നുമല്ല പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതേപോലെ തന്നെ ജിന്നുകളെ കുറിച്ച് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ജിന്നുകൾ അവയോട് സഹായം ചോദിച്ചിരുന്ന, അവയോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവ പ്രത്യേകമായ ഘട്ടങ്ങളിൽ അവരുടെ സഹായം ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തൗഹീദ് മനസ്സിലാക്കിയതോടുകൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടതോടുകൂടി അവർക്ക് മനസ്സിലായി
ജിന്നുകളോടുള്ള സഹായതേട്ടം തൗഹീദിന് വിരുദ്ധമാണ് എന്ന്. പിന്നീട് സഹാബിമാരൊന്നും തന്നെ ജിന്നുകളോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചില്ല. ഏത് തരത്തിലുള്ളതാണെങ്കിലും ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ് എന്നവർ മനസ്സിലാക്കി. അതിൻ്റെ പേരിൽ തന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതോടൊപ്പം തന്നെ അത്തരം സഹായതേട്ടങ്ങളെല്ലാം അവർ അവസാനിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവിടെയുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി. നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ, നിങ്ങൾ രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങൾക്ക് നിങ്ങൾ ചികിത്സിക്കണമെന്നും ആ ചികിത്സയോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗങ്ങൾ ഉണ്ടാകുന്നവരോട് രോഗങ്ങൾക്ക് ചികിത്സിക്കണമെന്ന്, അള്ളാഹു രോഗത്തെ ഇറക്കിയതുപോലെ തന്നെ അതിനുള്ള ചികിത്സയും ഇറക്കിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുകയും രോഗത്തിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ചികിത്സയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന പ്രവാചകൻ പഠിപ്പിച്ച ചില കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ കർമ്മങ്ങൾക്കാണ്, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രസ്തുത കർമ്മങ്ങൾക്കാണ് റുഖിയ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നിങ്ങളുടെ കൈകളിൽ ഊതുകയും നിങ്ങൾ അവസാനത്തെ പരിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകൾ ഓതുകയും ചെയ്തിട്ട് നിങ്ങളുടെ ശരീരം തടവുന്നത് എല്ലാ തരത്തിലുമുള്ള പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിമിത്തമാകും, ഉപകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഈ കർമ്മം, പരിശുദ്ധ ഖുർആനിലെ ഈ 3 സൂറത്തുകളും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഈ കർമ്മത്തെ വേണമെങ്കിൽ നമുക്ക് റുഖിയ എന്ന് പറയാം. അത് ഓരോ മുസ്ലിമും സ്വയം ചെയ്യേണ്ടതും അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും എല്ലാം ആണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ അന്ധവിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരികയും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങളിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടത് എങ്ങനെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുകയുമാണ് ചെയ്തത്. പ്രവാചകൻ പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ പോവുകയും അതിനെ വ്യാപാരവൽക്കരിക്കുകയും അത് അന്ധവിശ്വാസങ്ങളായി, അനാചാരങ്ങളായി പുതിയ പുതിയ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും എല്ലാം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് കാണുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മനഃശാസ്ത്രപരമായി ഇന്ന് ബാധയെ പോലെയുള്ള, അത് പ്രേതബാധയാണെങ്കിലും ജിന്നുബാധയാണെങ്കിലും സാത്തൻ ബാധയാണെങ്കിലും കുട്ടിച്ചാത്തൻ ബാധയാണെങ്കിലും അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ബാധിച്ചു, പരിശുദ്ധാത്മാവ് കയറി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസമാണെങ്കിലും ഇതിലെല്ലാം തന്നെ ഇതിൻ്റെ ഈ അടിത്തറ പലപ്പോഴും സ്ഥിതി ചെയ്യുന്നത് ആ കുട്ടികളുടെ മനസ്സ് രൂപപ്പെടുന്ന കാലഘട്ടത്തിലാണ് എന്നാണ് പുതിയ മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ അടിത്തറ അത് വളരെ വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. ഈ അടിത്തറ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ കുട്ടികൾ കേട്ട് വളരുന്ന കഥകൾ, കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ സാഹചര്യങ്ങളും കഥകളുമെല്ലാം കുട്ടികൾ അറിയാതെ അവരുടെ ഉപബോധ മനസ്സിൽ ഇത്തരം പ്രകൃതി അതീതം എന്ന് വിചാരിക്കപ്പെടുന്ന ശക്തികളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കുന്നു എന്നും മാനസികമായി തകരുകയും പ്രത്യേകമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ മനോപ്രതിഭാസങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു എന്നാണ് മനഃശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ജിന്നുകളോ പിശാചുക്കളോ നമ്മളെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്നോ, പ്രവാചകൻ പറഞ്ഞ തലത്തിൽ അവക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നോ ഒന്നുമല്ല. ഇന്ന് നമ്മൾ പറയുന്ന ഇത്തരം ബാധകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മിക്കതും പരിശോധിച്ചാൽ
ബഹുഭൂരിപക്ഷവും ചെറുപ്പകാലങ്ങളിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായി വന്ന മനഃശാസ്ത്ര പ്രതിഭാസങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ, പുതിയ തലമുറയെ വളർത്തുമ്പോൾ ഇത്തരം കഥകളും ഇത്തരം ചിന്തകളും അവരുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുക്കാതെ വളരെ സൂക്ഷിച്ചുകൊണ്ട് വളർത്തേണ്ടതുണ്ട് എന്നാണ്. അങ്ങനെയല്ലെങ്കിൽ നമ്മുടെ കേരളീയ സമൂഹത്തിലെല്ലാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം കടന്നു വരുന്ന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അവസ്ഥ തന്നെ തിരിച്ചു വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. എന്താണ് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായാൽ അവർ കൂകുകയും അങ്ങനെ അവർക്ക് ബാധയുണ്ട് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് ബാധ ഒഴിപ്പിക്കലിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കാണ് പുതിയ തലമുറയെ, വളർന്നു വരുന്ന തലമുറയെ ഇത്തരം പ്രവാചകൻ പഠിപ്പിക്കാത്ത അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചാലുണ്ടാവുക. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും, ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും അവയുടേതായ സവിശേഷതകളാണെങ്കിലുമെല്ലാം, അവയിലെല്ലാം വിശ്വസിക്കുമ്പോൾ തന്നെ സൃഷ്ടികർത്താവായ തമ്പുരാൻ അവനിൽ കാര്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്, അവനിൽ തവക്കുലാക്കിക്കൊണ്ട്, അവനിൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ഉള്ള പ്രാർത്ഥനകളും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തന്നെ അള്ളാഹുവിൻ്റെ സഹായം മാത്രം കാക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവുകയും അവന് പടച്ച തമ്പുരാന്റെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ രൂപഭാവങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുമ്പോൾ തൗഹീദും റിസാലത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. തൗഹീദും റിസാലത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുകയും നമുക്കറിയാൻ പാടില്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹുവല്ലാതെ മറ്റാരും തന്നെ നമ്മളെ സഹായിക്കാനില്ല എന്നുള്ള വസ്തുത ബോധ്യപ്പെടുത്തുകയും ഏത് തരത്തിലുള്ള ഉപദ്രവമുണ്ടെങ്കിലും ആ ഉപദ്രവങ്ങളെല്ലാം നമ്മളെ സഹായിക്കുവാൻ അള്ളാഹുവിന് കഴിയുമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും ആ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും വഴി ഏത് തരത്തിലുള്ള ഉപദ്രവങ്ങളോടുമുള്ള പ്രതിരോധം തീർക്കുകയും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നമുക്ക് അറിയാൻ കഴിയുന്ന മാർഗങ്ങളിലൂടെ ഉള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുക എന്നുള്ള പാഠമാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ നൽകുവാനുള്ളത്. അഥവാ തൗഹീദിൻ്റെയും റിസാലത്തിൻ്റെയും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏത് അന്ധവിശ്വാസങ്ങളോടും മുസ്ലിം പൊരുതേണ്ടത്. തൗഹീദ് വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ നമുക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സഹായിക്കുവാൻ മറ്റാരുമില്ല എന്നുള്ള ബോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പോലെ അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നുള്ള അടിസ്ഥാനപരമായ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള മറഞ്ഞ മാർഗത്തിലുള്ള സഹായ അഭ്യർത്ഥനയും അള്ളാഹുവിനോട് മാത്രമാവുകയും അതല്ലാത്തതെല്ലാം ബഹുദൈവാരാധനയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുക. അതല്ലാതെ നമ്മളെ സഹായിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് അടിയുറച്ച് മനസ്സിലാക്കുക. ഒപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് അത് എന്താണോ പഠിപ്പിച്ചു തന്നത് അവിടെ നിൽക്കുകയും അതിനപ്പുറത്തേക്ക് നമ്മുടെ വ്യാഖ്യാന കസർത്തുകൾ ഉണ്ടാക്കി ജിന്നിനെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് ഇങ്ങനെയാകാമല്ലോ, അപ്പോൾ അത് അങ്ങനെയാകാമല്ലോ, അങ്ങനെയായതുകൊണ്ട് ഇങ്ങനെയാകാമല്ലോ, അതുകൊണ്ട് ഈ വന്നത് ജിന്നാകാമല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിപരമായ യുക്തിപരമായ അപഗ്രഥനത്തെ വിധേയമാക്കാതെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത് അതേപോലെ അംഗീകരിക്കുകയും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ലോകത്തെ പഠിപ്പിക്കുവാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന സമൂഹത്തെ പോലെ തന്നെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വളരെ ഭഗീരഥ പ്രയത്നം വഴി അള്ളാഹുവിൽ കാര്യങ്ങളെ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗങ്ങളിൽ നിന്ന് പിഴക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെയാണ് സൃഷ്ടിച്ചു കൊന്നിട്ടുള്ളത്. ആ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മാറാപ്പുകളിലേക്ക് തിരിച്ചു പോകാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ തൗഹീദിൽ അടിയുറച്ചുള്ള ബോധമുണ്ടാക്കുകയും അല്ലാഹുവല്ലാതെ മറ്റാരും നമ്മളെ സഹായിക്കുവാനില്ല എന്നുള്ള അടിസ്ഥാനപരമായ ബോധം സൃഷ്ടിക്കുകയും അതോടൊപ്പം തന്നെ എന്തെന്ത് ഉപദ്രവങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം കാക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗങ്ങളും പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളും നിർവഹിക്കുകയല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുവാൻ സമൂഹത്തെ പ്രാപ്തമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. സ്ത്രീകളും കുട്ടികളെയുമെല്ലാം ഇത്തരത്തിൽ തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യകർത്താവിനുള്ള മറുപടിയായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയം അവസാനിക്കുമ്പോൾ ഞാൻ വളരെ ഗൗരവത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ചില വിഷയങ്ങൾ നിങ്ങളുടെ സജീവമായ പരിചിന്തനത്തിൽ ഉണ്ടാകണമെന്നും അത് പ്രവാസി സമൂഹം എന്നുള്ള നിലക്ക് നിങ്ങളുടെ നാട്ടിലെ കുടുംബത്തെയും നിങ്ങളുടെ കൂട്ടുകുടുംബാദികളെയും ബന്ധുക്കളെയുമെല്ലാം ആ രൂപത്തിൽ സംസ്കരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്നുമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമുക്ക് മുന്നിൽ ഇനിയും കടന്നു വരാനുള്ള പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കൾ ഇരകളായോ പ്രതികളായോ തീരുന്ന അവസ്ഥയുണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ സ്വീകരണ മുറികളെ, നമ്മുടെ കിടപ്പുമുറികളെ, നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ സജ്ജീകരിച്ചേ മതിയാകും. അതോടൊപ്പം തന്നെ അറിയാത്ത മാർഗങ്ങളിലൂടെ കടന്നു വരുന്ന, വളരെ സമർത്ഥമായി കടന്നു വരുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തെ പോലെയുള്ള കെണികളെ നമ്മൾ മനസ്സിലാക്കുകയും അതിന് രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതിരോധം തീർക്കുവാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള ഒരു പരിചിന്തനത്തിലാണ് നമ്മുടെ ഇത്തരം ചർച്ചകൾ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതിന് നാം സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മൾ കൂടിയിരുന്നത് പോലെ സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗലോകത്ത് കൂടിയിരിക്കുവാൻ നമ്മളെയെല്ലാം സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ആദരണീയരായ അധ്യക്ഷൻ എ.പി. അബ്ദുസ്സമദ് സാഹിബ് അവരുകളെ, മറ്റു അതിഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢഗംഭീരമായ, പഠനാർഹമായ, കാലിക പ്രസക്തമായ ഒരു പ്രഭാഷണമാണ് നാം കേട്ടത്. ഇതൊരു സാലിഹായ അമലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഇത് ഒരു ദിശാബോധം നൽകി നമ്മെ നേർവഴിക്കാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരന്മാർക്കും, നമുക്ക് ഇവിടെ പ്രഭാഷണം നടത്തിയ എം അക്ബർ സാഹിബിനും, ആശംസാ പ്രസംഗങ്ങൾ നടത്തിയവർക്കും, മറ്റു എല്ലാ അതിഥികൾക്കും ഇസ്ലാഹി സെൻറ്ററിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി ഈ സ്ഥാപനം, ഈ ഓഡിറ്റോറിയം അനുവദിച്ചു തന്ന ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഭാരവാഹികൾക്കും ഇതിന് അനുവാദം നൽകിയ UAE ഗവൺമെൻറ്റിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.